ഏറെ ആദരണീയരും ബഹുമാന്യരും, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ ഭക്തിനിരപരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വളരെയധികം അർത്ഥഗർഭമായ പ്രൗഢമായ ഘനപ്പെട്ട ആത്മീയ ഉപദേശം നൽകി ഈ ആത്മീയ സംഗമം, ഈ മഹൽ സംരംഭം ഉദ്ഘാടന ക്രമം നിർവഹിച്ച അഹ്ലുബൈത്ത് കുടുംബത്തിലെ മഹാനരായ കണ്ണി, സയ്യിദ് കുടുംബത്തിലെ തങ്ങൾ കുടുംബത്തിലെ മഹാനരായ കണ്ണി, കുമ്പോൾ തറവാടിൻ്റെ പൂമത്ത്, നമ്മുടെവരെയും ആത്മീയരായിട്ടുള്ള നായകൻ, ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ സയ്യിദ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷമീം തങ്ങൾ കുമ്പോൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഈ ഉപ്പളകുന്ന മഹല്ലത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ്, മതരാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യം, അനുഗ്രഹീതനായ വ്യവസായി, എല്ലാത്തിനേക്കാളുപരി നമ്മുടെ നാടിൻ്റെ സ്വകാര്യ അലങ്കാരവും അഹങ്കാരവും നമ്മുടെ അഭിമാനവുമെല്ലാമായിട്ടുള്ള ഏറെ വേണ്ടപ്പെട്ട ആദരണീയനായ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഹാജി സാഹിബ് പളഗേറ്റ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ ഏറെ വേണ്ടപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ കരുത്തനായ സെക്രട്ടറി പ്രിയപ്പെട്ട ഹാജി അബ്ദുൽ ലത്തീഫ് സാഹിബ് അറബി, അനുഗ്രഹീത പ്രഭാഷകരും പ്രഗത്ഭ പണ്ഡിതരും, നമ്മുടെ ഈ മഹല്ലത്തിന്റെ ആദരണീയരായ ഖത്തീബും, എല്ലാത്തിനേക്കാളുപരി എൻ്റെ വലിയ സുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീലുർ റഹ്മാൻ ദാരിമി, സമാദരണീയരും ബഹുമാന്യരും, നമ്മുടെ ഈ മഹല്ലത്തിന്റെ ആദരണീയരായ മുദരിസും പ്രഗത്ഭ പണ്ഡിതരുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് സലീം ഫൈസി ഇർഫാനി, നമ്മുടെ മഹത്തായ വേദിയിലെ ധന്യ സാന്നിധ്യം പ്രിയപ്പെട്ട മൊയ്തു ഹാജി സാഹിബ്, ഇബ്രാഹിം ഹാജി സാഹിബ് മണ്ണാട്ടി, അതുപോലെ തന്നെ ഏറെ വേണ്ടപ്പെട്ട നമ്മുടെ നാടിൻ്റെ അഭിമാനം കൂടിയായിട്ടുള്ള വ്യവസായിയും എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട UK യൂസുഫ് സാഹിബ്, അതുപോലെ തന്നെ മൂസ കരകണ്ടം, അഷറഫ് മണ്ണാട്ടി, ഏറെ സ്നേഹത്തോടെ വളരെയധികം ഹൃദയംഗമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ ഏറെ പിരിശപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു തന്ന, വലിയ ഉപദേശം നൽകി തന്ന മഹാനരായ സയ്യിദ്, നമ്മുടെ വലിയ നേതൃത്വം മഹാനരായ ഷമീം തങ്ങളവർകൾ, അല്ലാഹു തആല തണലും ആ നേതൃത്വം അല്ലാഹു ഒരുപാട് കാലം അനുഭവിക്കാൻ ഈ ഉമ്മത്തിന് തൗഫീഖ് നൽകട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരൊക്കെ വേദിയിലുണ്ട്. ഈ സ്വർഗത്തിന്റെ തൊപ്പിലൊത്തുകൂടിയ മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല ഇതിനേക്കാളേറെ അവന്റെ നാളെ ജന്നാത്തുൻ നഈമിൽ ഭംഗിയായി ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നിങ്ങൾ ആമീൻ പറയാത്തതാ അല്ല എനിക്ക് കേൾക്കാത്തത് എന്നാൽ കേൾക്കും പോലെ ചെല്ലണം. ആമീൻ എന്നത് വലിയ ഘനമുള്ളൊരു വാക്കാണ്, അത് വലിയൊരു ദുആയാണ്, അത് വലിയൊരു ദിക്റാണ്. ആമീൻ എന്ന 3-4 അക്ഷരത്തിന് വിശാലമായ അർത്ഥമുണ്ട്. ഐ ഇസ്തജിബ് യാ അല്ലാഹ്, പടച്ചോനെ ഞങ്ങൾ കേട്ടതിന് നീ ഉത്തരം താ അല്ലാഹ് എന്നാണ് എൻ്റെ അർത്ഥം. അത് ദുആ തന്നെയാണ്, അത് സുന്നത്തായ ഒരു ഭാഗമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദുആരക്കുന്നത് കേൾക്കുമ്പോൾ, ഞാൻ ദുആരക്കുമ്പോഴെല്ലാം നിങ്ങൾ ആമീൻ പറയണേ എന്ന്. മാത്രമല്ല ജൂതന്മാർക്ക് വളരെ വെറുക്കപ്പെട്ട കാര്യമാണ് 2. അവർക്ക് തീരെ ഇഷ്ടമല്ല, ഒന്ന് സലാം പറയല്, പിന്നെ ഒന്ന് ആമീൻ പറയല്. അതുകൊണ്ട് ജൂതന്മാർക്ക് ഏണി വെച്ചിട്ട് കൊടുക്കുന്ന പണി നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ഈ 2 നല്ലോണം വർദ്ധിപ്പിക്കണം. ഖാല റസൂലുള്ളാഹി. അല്ലാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മജ്‌ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പറയുന്ന ഇൽമ അല്ലാഹു നാഫിയാക്കി തരികയും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു ഉപകാരപ്പെടുത്തുകയും നമ്മുടെ ഇൽമിലും നമ്മുടെ ഈമാനിലും അല്ലാഹു സിയാദത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല. നമ്മുടെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉപ്പളകുന്നിൽ ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന മഹത്തായ റിഫാ റാത്തിബിന്റെ നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ ആത്മീയ മജ്‌ലിസിന്റെ മതപ്രഭാഷണ സദസ്സിന്റെ പ്രാരംഭ ദിവസമാണിന്ന്.
അൽഹംദുലില്ലാ ആദരണീയനായ ലത്തീഫാജി അടക്കം പലരും പങ്കുവെച്ചൊരു ആശങ്ക, ആണുങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ബേജാറാണ്ട. ഇൻഷാ അല്ലാഹ് പുറത്തേക്ക് ലൈവായിട്ടും ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, കണ്ടമാനം പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെയാണ്. അങ്ങനെ ഒരു ബേജാറാണ്ട ഒരു കാര്യമല്ല അത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അവർ അങ്ങനെ ആശങ്ക പറഞ്ഞതിൽ തെറ്റില്ല. ബഹുമാനപ്പെട്ട ലത്തീഫാജി അടക്കമുള്ള വലിയവരായ നേതാക്കൾ എന്നെ സമാധാനിപ്പിക്കാനും നിങ്ങളോട് കൂടുതൽ ആവേശമുണ്ടാക്കാനും വേണ്ടി പറഞ്ഞ വാക്ക് അതവർ പറഞ്ഞതിൽ തെറ്റില്ല. കാരണം എന്തറിയോ, ഏതോ ഒരു സ്ഥലത്ത് വയല് കേൾക്കാൻ വേണ്ടി ആണുങ്ങൾ കുറഞ്ഞു എന്നറിഞ്ഞിട്ട് വയല് കേൾക്കാൻ വേണ്ടി വന്ന ഉസ്താദ് വയല് പറയാതെ പോയത്ര. ആൾക്കാർ കുറഞ്ഞ്, ആൾക്കാരില്ല, അതുകൊണ്ട് ഞാൻ വയല് പറയുന്നില്ല. ഏടെ ഉസ്താദ് ഇപ്പൊ കേൾക്കേണ്ട പയ്യ കേൾക്കി ഞാൻ പറയാം. സനത് മുത്തസിലാണ്, കീലകാലം എന്തുമല്ല. അപ്പൊ അവർ ആ ആശങ്ക പറഞ്ഞതിന് തെറ്റില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ആൾക്കാർ കുറഞ്ഞു കൂടി എന്നത് വിഷയമല്ല. അള്ളാന്റെ ദീനിന്റെ ഇൽമ പറയാനുള്ള അവസരം ഉണ്ടാക്കുക, അതിനുവേണ്ടി സംഘടിപ്പിക്കുക, അതിനുവേണ്ടി സംഘടിക്കുക, അതിനുള്ള പണിയെടുക്കുക, അതിനാർക്കെങ്കിലും ഒരാൾക്ക് അവസരം കിട്ടുക, അങ്ങനെയുള്ള മജ്‌ലിസിൽ ഇരിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നത് അത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്ന ഒരു കാര്യമല്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം അല്ലാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. നന്മകൾ ചെയ്യാൻ ആദ്യം വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. നാട്ടിൽ കണ്ടമാനം ബാല്യക്കാരുണ്ട്, വയസ്സന്മാരുണ്ട്, ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആൾ കൂടി കൊള്ളണമെന്നില്ല. ഇതിന്റെ ഡബിൾ ഇരട്ടി, ചിലപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും ആള്. അത് വിഷയമല്ല. കാരണം ഇവിടെ വരാൻ ആദ്യം വേണ്ടത് ആരോഗ്യമല്ല, ഇവിടെ വരാൻ ആദ്യം വേണ്ടത് ആശയല്ല, ഇവിടെ വരാൻ ആദ്യം വേണ്ടത് സമയമല്ല, ഇവിടെ വരാൻ ആദ്യം വേണ്ടത് മേലായ റബ്ബിന്റെ തൗഫീഖാണ്. കാരണം ഇതൊരു ഇബാദത്താണ്, ഇതൊരു അമലാണ്, ഇത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്, ഇത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, ഇത് മലായികത്തീങ്ങൾ ഇരിക്കുന്ന സംഗമ സ്ഥലമാണ്, ഇത് മുഅ്മിനീങ്ങളുടെ മുബാറക്കായ മജ്‌ലിസാണ്. അപ്പൊ അവിടെ ആൾക്കാർ കുറയും, സ്വാഭാവിക. പിന്നെ വിളിച്ചോരെല്ലാരും വയലിന് വന്നെങ്കിൽ പിന്നെ നരകന്നിനി താഴേണ്ടി വരും. അങ്ങനെ ഉണ്ടാവല്ലോ ലോകത്ത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളെ യമനിലേക്ക് വയലു പറയാൻ ഗവർണറായി, ആ ജനങ്ങളെ ഉപദേശിക്കാൻ, അവർക്ക് ഇമാമായി, ആ നാട്ടുകാർക്ക് നേതൃത്വം നൽകാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുമ്പോ ആ മഹാനരോട് കൊടുത്തൊരു ഉപദേശം, അത് എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്കതൊരു മാതൃകയാണ്. നീ അവിടെ ചെന്നിട്ട് വയലു പറയണം, വേണ്ട എല്ലാ നല്ല കാര്യങ്ങൾക്കും നീ അവിടെ നേതൃത്വം കൊടുക്കണം. നിന്റെ ആ കാര്യം കണ്ടിട്ട്, നിന്റെ പറച്ചിൽ കേട്ടിട്ട്, നിന്റെ ഉപദേശം കേട്ടിട്ട്, നിന്റെ നേതൃത്വത്തിന്റെ ഫലമായി ആരെങ്കിലും ഒരാൾ നന്നായാൽ എല്ലാവരും നല്ല, എല്ലാവരും അങ്ങനെ നന്നാവുകയുമില്ല. ഒരാളെങ്കിലും നന്നായാൽ, ഒരാണോ ഒരു പെണ്ണോ, അവിടെയുള്ള റജുലിൻ ഒരാണ് എന്നല്ല അർത്ഥം, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാളെങ്കിലും നിന്റെ ഉപദേശം കൊണ്ട് നന്നായാൽ, നിന്റെ സ്നേഹബന്ധം കൊണ്ട് നന്നായാൽ, നിന്റെ വയലു കൊണ്ട് നന്നായാൽ, നീ വെച്ച പരിപാടി കൊണ്ട് ഉപകാരം കിട്ടിയാൽ, ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ, നിനക്ക് ഈ ഭൂമി മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് ആ ഒരാൾ നന്നാവല. ഈ ഭൂമിയിൽ എന്നെ കാണുന്നതിനേക്കാളും, ഒരുപാട് ഹജ്ജ് കർമ്മങ്ങൾക്ക് അവസരം കിട്ടുന്നതിനേക്കാളും, എല്ലാ നന്മകൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഖൈറാണ്, ഗുണമുള്ള സംഗതിയാണ് നിന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ലഭിക്കുക എന്നത്. അത് ഇൽമു പറഞ്ഞിട്ടാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും ജനങ്ങൾക്ക് ഞങ്ങൾ ഉപകാരം ചെയ്യണോ, ഇത് വലിയ സംഗതിയാണ്. ഇത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല. ചിലയിടത്തൊക്കെ, എല്ലായിടത്തും അല്ല, എല്ലാവരും അങ്ങനെ പറയുന്നില്ല. ചിലയിടത്തല്ലേ ഇപ്പൊ വയല് വെക്കുന്ന തന്നെ പൈസ ആക്കാൻ, വയല് പറയുന്ന എന്നെ പോലത്തെ പോകുന്നത് പൈസ ആക്കാൻ തന്നെ. എന്നെ പോലത്തെ റട്ടാ കുല്ലിൽ നിന്ന് വയല് ബദലായിക്കോളി. നാളെ ക്ലിപ്പ് വരുമ്പോ നിങ്ങൾ ഷറാവ് കൂട്ടണേ, ക്ലിപ്പ് വരും, അത് ഉറപ്പന്നെ. ക്ലിപ്പാക്കാൻ തന്നെ ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് വേറെ പണിയൊന്നുമില്ല ദുനിയാവില്, അവർക്ക് അതിൽ തന്നെയാണ് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, അതിനിപ്പെന്ത്, മണ്ടന്റെ വായി കെട്ടിയെങ്കിലും അണ്ടന്റെ വായി കെട്ടാൻ കഴിയാലോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ടാവും, അതിൽ നമുക്ക് കാലിടേണ്ടതില്ല. എന്നാലും പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൽമുമായി ബന്ധപ്പെടുക എന്നത് വലിയ സംഗതിയാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിച്ചിട്ട് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റവാഹു ഇബ്നു മാജ ബി ഇസ്നാദിൻ ഹസൻ. സ്വഹീഹായ ഹദീസാണ്. വാറോലയല്ല, ഡിങ്കന്റെ കഥയല്ല. ഹബീബായ നബി തങ്ങൾ അബൂദർ തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂദർ ലഅൻ തഅദുവ ഫതഅല്ലമ ബാബ من كتاب الله خير لك من أن تصلي ألف ركعة. അബൂദർ നല്ല പോലെ കേൾക്കണോ? ആൾക്കാർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന ആള് മൂഡ് ഓഫ് ആവേണ്ടതില്ല. ആൾക്കാർ കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സംഘാടകരും ബേക്കടിക്കേണ്ടതില്ല. സാധാരണയാണ് ഒരാളെങ്കിലും ഉപകാരം കിട്ടിയാൽ ഞങ്ങൾക്കത് മതി, അത് ധാരാളമാണ്. അള്ളാഹു ഞങ്ങളെ ഇൽമു കൊണ്ട് ഞങ്ങൾക്കും കേൾക്കുന്നവർക്കും ഉപകാരം നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അബൂദർ നീ എങ്ങാനും നേരം വെളുത്തിട്ട് അള്ളാന്റെ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചു പോയാൽ ലഅൻ തഅദുവ ഫതഅല്ലമ ബാബൻ മിൻ കിതാബില്ലാഹ് വഫീ റിവായത്തിൻ മിൻ ഇൽമില്ലാഹ്. അള്ളാന്റെ ദീനിന്റെ എന്തെങ്കിലും ഒരു ഇൽമ നീ പഠിച്ചു പോയാൽ, വയല് കേട്ടിട്ടോ ക്ലാസ് കേട്ടിട്ടോ പള്ളിയിലെ ഉസ്താദിനെ കണ്ട് മനസ്സിലാക്കിയിട്ടോ നീ എങ്ങാനും നേരം വെളുത്തിട്ട് ഒരറിവെങ്ങാനും പഠിച്ചു പോയാൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റക്അ. നിനക്കത് 1000 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള സംഗതിയാണ് ഇൽമു പഠിക്കൽ. നേരം വെളുത്തിട്ട് ഇവിടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലക്കോ അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട ഇൽമു പഠിക്കുക, അള്ളാഹുവിനെ പറ്റി പഠിക്കുക, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുക, മുസ്തഫായ നബി തങ്ങളെ പറ്റി പഠിക്കുക എന്നത് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റക്അ. അത് നിനക്ക് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്, ശ്രേഷ്ഠമായ അമലാണ്, മഹത്വമേറിയ അമലാണ്. ഖാല റസൂലുള്ളാഹ് ഖാല റസൂലുള്ളാഹ്. അപ്പൊ ഇതിന്റെ ഘന അറിയണം. ഞാൻ ഇതിനൊരു സിമ്പിളായിട്ട് ഒരു നെഗ്ലക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. വയലല്ലേ അത് നടക്കുന്നു. അതങ്ങനെ സിമ്പിളായിട്ട് കാണേണ്ട പരിപാടിയല്ല. അത് വല്ല ഘനപ്പെട്ട പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കുറയുന്നത്. ഇവിടെ ആൾക്കാർ കുറഞ്ഞിട്ടില്ല. സാധാരണ കുറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആൾക്കാർ ഇതിനോടൊന്നും വലിയ മതിപ്പ് കാട്ടേല. ഇത് ആഖിർ സമാനല്ലേ. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ 40 എത്രാമത്തെ റാത്തിബ്? 48 അല്ലെങ്കിൽ 49 എത്രയോ ആട്ട്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും ആളുണ്ട്. ഇനൊരു 10 കൊല്ലം കേട്ട് 58 10 കസാലിലെ ആളുണ്ടാവില്ല. ആഖിർ സമാനാകുമ്പോൾ നല്ലവർ കുറഞ്ഞു പോകും. ഈമാനിന്റെ അണുമണി തൂക്കം ഹൃദയത്തിലുള്ളവർ കുറഞ്ഞു പോകും. ഇത്തരം കാര്യങ്ങളോട് മഹബത്തുള്ളവർ, ആദരവുള്ളവർ കുറഞ്ഞു പോകും. പള്ളിയുമായി ബന്ധപ്പെടുന്നവർ കുറഞ്ഞു പോകും. ആദരവും ബഹുമാനവും കൈമുതലാക്കിയവർ കുറഞ്ഞു പോകും. അങ്ങനെ കുറഞ്ഞുപോയി ലാ യബ്ഖാ. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ തഖൂമു സ്സാഅതു ഹത്താ യബ്ഖാ മൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാൾ പോലും ഭൂമിയിൽ ബാക്കിയാവില്ല. അങ്ങപ്പോഴാണ് ലോകം അവസാനിക്കുക. എല്ലാ നല്ല കാര്യങ്ങളും ഇല്ലാണ്ടായി, എല്ലാ സംസ്കാരങ്ങളും എടുത്തെറിയപ്പെട്ട് ദീനുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും ഇല്ലാണ്ടായി, നല്ലവർ പോലും ലോകത്തിൽ നിന്ന് ഇല്ലാണ്ടായി മണ്ണിലേക്ക് ചേർന്നു പോയി. അവസാനം ഒരാളും ഇല്ലാതിരിക്കുന്ന സമയത്താണ്, ഈമാനിന്റെ അംശം പോലും ലോകത്ത് ബാക്കിയില്ലാത്ത കാലത്താണ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ആള് പോലും ഇല്ലാണ്ടായ കാലത്താണ് ലോകം അവസാനിക്കുക. അപ്പൊ അതിന്റെ സ്റ്റെപ്പാണ് ഇങ്ങനെയുള്ള ഈ കോലങ്ങള്. ഇന്ന് നോക്കൂ, ആവാസങ്ങൾക്ക് ആൾക്കാർ എത്രയാ, ഭൗതികമായ കാര്യങ്ങൾക്ക് കളികോപ്പുകൾക്ക് ആൾക്കാർ എത്രയാ, അതിന് പൈസ വലിച്ചെറിയാൻ എത്ര വ്യവസായികള്, അവിടെ കൂട്ടിയിട്ട് ആരവങ്ങൾ മുഴക്കാൻ എത്രയോ വാക്കള്, അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ട് ലീവാക്കിയിട്ട് വരാൻ എത്ര ആൾക്കാർ. അങ്ങനെയാണ് ലോകം, ദുനിയാവ് അങ്ങനെയാണ്. എന്നാ കേട്ടോ, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, പൊന്നു മുസ്ലിം, പൊന്നുപങ്ങള്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അദ്ദുനിയാ ദാറു അമലിൻ വല്ലാഖിറതു ദാറു ജസാ വമൻ യഅമൽ ഹുനാ മൻ ലം യഅമൽ ഹുനാ ഫനദിമ ഹുനാക. മുസ്തഫ റസൂലുള്ളാഹി
മുസ്തഫായ റസൂലുള്ളാഹി അദ്ദുനിയാ ദാറു അമൽ വല്ലാഖിറതു ദാറു ജസാ. ഈ ദുനിയാവ് എന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വീടാണ്, അതിനുള്ള സൗകര്യമുള്ള പിന്നെ സ്ഥലമാണ്. ഈ ദുനിയാവ് എന്നത് കുറച്ച് അമൽ ചെയ്യാനുള്ള പിന്നെ സൗകര്യമുള്ള ഇടമാണ്. വല്ലാഖിറതു ദാറു ജസാ, പരലോകത്താണ് ഇതിന്റെ എല്ലാം കൂലി. ഉസ്താദേ, ഞാൻ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടിയിട്ടാ? എന്ത് പേര് കിട്ടേണ്ടി? 1.5 കിലോ ആപ്പിളാ ഞാൻ കുറെ കൊടുത്തിട്ട് കാലിയായി എന്നല്ലാണ്ട് എന്ത് കിട്ടിയിട്ട? അങ്ങനെ എല്ലാം ഉടനെ കിട്ടിക്കൊള്ളുന്നില്ല, കിട്ടും, കിട്ടലാന്നില്ല. എന്നാലും നല്ലോണം കിട്ടുന്നതും കിട്ടേണ്ടതും അവിടെ. മരണമില്ലാത്ത ലോകം, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം, ഭയാനഭയങ്കരമായ മഹ്ശറലോകം, നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും പേടിച്ചു വിറച്ച് നട്ടോട്ടമോടുന്ന ലോകം. അവിടെയാണ് നിനക്ക് രക്ഷ വേണ്ടത്, അവിടെയാണ് നീ കൈച്ചലാവേണ്ടത്. ഈ 3 ദിവസത്തെ ദുനിയാവിൽ എങ്ങനെങ്കിലും നേരം വെളുക്കും, രാത്രിയാവും, സുബയാവും. അത് വലിയൊരു ടെൻഷന്റെ വിഷയമല്ല, അതൊരു വിഷയമുള്ള വിഷയമല്ല, അതൊരു റിസ്ക് എടുത്തിട്ട് അധ്വാനിക്കേണ്ട ലോകവുമല്ല. എല്ലാം കൊണ്ടും നീ അധ്വാനിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ മഹാന്മാർ. ആ നിലക്ക് ലോകത്ത് ജീവിച്ചവരാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, അന്യവന്റെ ഒരു ഈർക്കല് പോലും സമ്മതമില്ലാതെ സ്വന്തമാക്കാതെ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ നല്ലോണം അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ജീവിച്ചിട്ട് ജീവിച്ച് മരിച്ചുപോയവരാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മഹാനായ റിഫായി ശൈഖ് തങ്ങളെ പോലെ. റിഫായി ശൈഖ് തങ്ങളൊക്കെ ഏത് കാലക്കാരന്? എത്ര കാലായി? പേര് കേൾക്കുമ്പോ പേർക്കൊണ്ടിട്ട് വസങ്കട്ടിൽ വന്ന ആള് മുഞ്ഞാന്ന് അല്ലേ? അല്ല, 1000 ആണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം ഹിജ്റ 500 കാലത്താണ് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കാലം, ഇമാം ഗസാലി തങ്ങളെ കാലം, മഹാനായ അജ്മീർ ഖാജ തങ്ങളെ കാലം, റിഫായി ശൈഖ് തങ്ങളെ കാലം. എല്ലാം ഏകദേശം തൊട്ടു നിൽക്കുന്ന കാലങ്ങളാണ്, അപ്പുറം കണ്ടുമുട്ടിയ കാലങ്ങളാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ദർസിലെ ഒരു 6 മാസമോ 3 മാസമോ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഇന്ത്യയുടെ സുൽത്താൻ മഹാനായ അജ്മീർ ഖാജ. അല്ലാഹു തആല അവരുടെ മദദും ബർക്കത്തും നമുക്ക് നൽകട്ടെ. എത്ര വലിയവരായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഖിദ്ർ നബി അലൈഹിസ്സലാം ലോകത്തോട് ഒരു അവസരം പറഞ്ഞു, ഞാൻ 40 ദിവസത്തോളം റിഫായി ശൈഖ് തങ്ങളെ മജ്ലിസിൽ ഇരുന്നോ, വീട്ടിൽ ചെന്നോ, മുഖാമുഖം കണ്ടോ. 40 ദിവസത്തോളം, 1-2 ദിവസമല്ല, 40 ദിവസത്തോളം ഞാൻ റിഫായി ശൈഖ് തങ്ങളെ മുലാഖാത്തായി, ഫേസ് ടു ഫേസ് അങ്ങ് സംസാരിച്ചോ. പക്ഷേ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതല്ലാതെ, സുഖമാണോ എന്ന് ചോദിച്ചതല്ലാതെ, സുഖമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതല്ലാതെ വേറൊരു വിഷയം സംസാരിച്ചില്ല. കൂടുതൽ ബളബള വർത്തമാനം പറഞ്ഞില്ല, കണഗുണ വിഷയം പറഞ്ഞില്ല, അനാവശ്യങ്ങൾ മിണ്ടിയില്ല. നാവിനെ നല്ലോണം നിയന്ത്രിച്ചോ. അതുകൊണ്ട് അതുപോലത്തെ ഒരു വലിയന് ഞാൻ എൻ്റെ ലോകത്ത് കണ്ടിട്ടില്ല. അത്ര കണ്ട് നല്ല നിലക്ക് ജീവിച്ചവരായിരുന്നു റിഫായി ശൈഖ്. ഇങ്ങോട്ടോക്കി, നമ്മളടക്കങ്ങാനും റിഫായി ശൈഖ് വന്നെങ്കിൽ 40 വേണ്ട, 4 ദിവസം വന്നെങ്കിൽ 12,000 ഡയറി എഴുതാനുള്ള വിഷയം ഉണ്ടാവും നമുക്ക് മുണ്ടാൻ. കച്ചവടം എങ്ങനെ ഉണ്ട്, ഉമ്മാമക്ക് ഷുഗർ ഉണ്ടാ, പ്രഷർ ഉണ്ടാ, IPL മാച്ച് തീർന്ന, പിന്നെ അനിറോസിന്റെ കേസ് ഫൈനലായ, ഇങ്ങനത്തെ എല്ലാം വിഷയം എന്തെല്ലാം അനാവശ്യങ്ങളും വേണ്ടാത്തരങ്ങളും, പിന്നെ പുളിച്ച ചീത്തയും അവൻ്റെ ഉമ്മാക്കും അവൻ്റെ ഉപ്പാക്കും അതിൻ്റെ മോനും ഇതിൻ്റെ മോനും. എന്തേ, നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ്, നിങ്ങൾ നരകത്തിന്റെ ഭാഗത്തൊക്കെ നോക്കണ്ട. ഇതാണ് സ്വർഗത്തിന്റെ തോപ്പ്. നിങ്ങൾ ഇങ്ങനെ നോക്കി അവിടെ കൂറ്റി വിഷയമെല്ലാം ഉണ്ടാവും, അതിനൊന്നും വില. നിങ്ങൾ ഇങ്ങോട്ട്, അവിടെ റോട്ടിലെ കിടാക്ക കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് ഓടുന്നുണ്ട്, അവരെ കുറച്ച് മെല്ലെ സൗണ്ട് എടുത്തിട്ട് കൺട്രോൾ ആക്കിയെങ്കിലേ ഈട് കേൾക്കുമ്പോൾ വച്ചം വിളിയാക്കണ്ട. ഇങ്ങോട്ടോക്കി, ഇങ്ങോട്ടോക്കിന്ന്. നിങ്ങളെ മുമ്പിൽ കുറെ എൻ്റെ സ്റ്റൈല് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല. ഒന്നാമത് നമുക്ക് വലിയ പ്രായമൊന്നുമില്ല, അപ്പൊ ആ പ്രായത്തിന്റെ ഒരു മിസ്റ്റേക്ക് കരുതിക്കോളി. രണ്ടാമത് നിങ്ങളെ സുഖിപ്പിക്കണമെന്നോ എന്ന താല്പര്യമാണ് കില്ലുമില്ല. നിങ്ങളെ ജാക്കി വെച്ചിട്ട് പൊന്തിക്കണോ? നമുക്ക് ഒരു ആശയുള്ള പറയുന്നത് ഹക്കാവണോ, അള്ളാഹ്ക്ക് പൊരുത്താണോ എന്നത്ര. മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടെങ്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കോ
അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ കിബർ പറഞ്ഞല്ല, ഞാൻ വലിയ സത്യസന്ധനായിട്ട് പറഞ്ഞല്ല, ഞാനൊരു സൂഫിയായിട്ട് പറഞ്ഞതുമല്ല. അങ്ങനെയാണ് വിഷയായിക്കൊണ്ടേ ഇരിക്കണ്ട പ്ലീസ്. സ്വർഗത്തിന്റെ അതവ് നല്ലോണം പോകണം. നിങ്ങൾ വേലൊരു അരമണിക്കൂർ കേട്ടെങ്കിൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഈ പറച്ചിലെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനക്കേല് ബേജാറില്ല, നിങ്ങൾ ബേജാറായിക്കൊണ്ടേ ഇരിക്കും. എനക്കേല് ബേജാറൊന്നുമില്ല, ഉള്ളത് പറയാലോ. അതവ് നല്ലോണം പോണം. കൂടുതൽ ഇബാദത്ത് വേണ്ട, കൂടുതൽ വേല കേൾക്കണ്ട, കൂടുതൽ കർമ്മങ്ങൾ വേണ്ട. അതതിന്റെ മട്ടം പോലെ, ചേല് പോലെ, ചമ്പാപ്പ് പോലെ കുറച്ച് മതി. 5 നേരം നിസ്കാരം, പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള കുറച്ച് സുന്നത്ത്, പിന്നെ നല്ല കുറച്ച് നോമ്പ്, പിന്നെ കുറച്ച് ദിക്ർ സ്വലാത്ത്, ഇതെല്ലാം ചെയ്തിട്ട് മട്ടം പോലെ നീ എങ്ങനെ ജീവിച്ചിട്ട് കൂടുതൽ നിനക്ക് വേണ്ടത് അതവാണ്. അതവ്, ബഹുമാനോ, ആദരവ്, സംസ്കാരം, പള്ളികളോട്, മദ്രസകളോട്, ദീനിന്റെ ആലിമീങ്ങളോട്, ഇതുപോലെയുള്ള ദീനിന്റെ ഷിആറുകളോട്, സ്വർഗത്തിന്റെ തോപ്പുകളോട്, മഹാന്മാരോട്, മക്കാമുകളോട്, ഔലിയാക്കളോട്, നാടിന്റെ നേതാക്കളോട്, പ്രായമുള്ള വയസ്സന്മാരോട്, കണ്ണില് കാണുന്ന മലായിക്കത്തീങ്ങളാണെന്ന മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ച മുത്തഅല്ലിമീങ്ങളോട്, ഉമ്മയോട്, ജന്മം നൽകിയ ബാപ്പയോട്, വലിയവരോട്, പ്രായമുള്ളവരോട്, വയസ്സന്മാരോട്, ഇവരോടെല്ലാം നല്ല അദബ് വേണോ. അതബന്ധതാണ് വലിയ കാര്യം. അത് ഈമാനിന്റെ കതലാണ്, അത് ഈമാനിന്റെ കമ്പാണ്. ആദരവില്ലാതെ പോയാൽ, ബഹുമാനമില്ലാതെ പോയാൽ, ആദരിക്കപ്പെടേണ്ടതിനെ ആദരിക്കാതെ പോയാൽ, ചില മനുഷ്യന്മാരുണ്ട്, എന്ത് ഉസ്താദറ, എന്ത് കാളീന്ന്, എന്ത് പ്രസിഡന്റ്, എന്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കുന്ന ചില മനുഷ്യന്മാരില്ലേ. ഈടുണ്ടെന്നല്ല, നിങ്ങൾ തല ആട്ടാൻ പേടിക്കണ്ട. ഞാൻ ഈടുത്ത കഥ പറഞ്ഞല്ല, ഉണ്ട്, ഈടയില്ല, അതെനിക്കറിയും. എന്ത് ഉസ്താദ്, എന്ത് പള്ളിന്ന്. ഇന്നൊരുത്തന്റെ വീഡിയോ കണ്ട്, ഇന്നൊരുത്തന്റെ വീഡിയോ, അവൻ കുറെ വിഷയം പറയുന്നതില്. അതായത് ഞാൻ മരിച്ചെങ്കിൽ എന്നെ കൊണ്ടിട്ട് പള്ളിൻ്റെ ഓടെയും ഫറിൻ്റെയും പൂക്കണ്ട, എൻ്റെ കണ്ണും കൾബും കറലെല്ലാം ആർക്കും ദാനം കൊടുത്തോളി, ആർക്കും ഉപകാരപ്പെട്ടിട്ട് മണ്ണിൽ പൂത്തിട്ട് പിന്നെ എന്താവാനല്ലേ, ചീഞ്ഞിട്ട് മണ്ണായിട്ട് പോന്നല്ലേ. പിന്നെ ഇസ്ലാം പറഞ്ഞ പോലെ ഒന്നും ഇല്ല. കബറിൽ ചോദ്യം, അവിടെ ചോദ്യം, ഇവിടെ ചോദ്യം. ഇത് പറയുന്ന ഒരു നല്ലൊരു പേരുള്ളൊരു മുസ്ലിമാണ്, ഒരു നാമധാരി. ഇന്ന് പുതിയ ഫ്രഷ് വീഡിയോ, ബനു ഇസ്രായേലിന്റെ കാലത്തതല്ല, ഇന്ന് സ്വബി കിട്ടതാണ്. ഇങ്ങനെയാണ് ഇപ്പൊ ലോകം. ഈമാൻ ഇസ്ലാം എല്ലാം കുറഞ്ഞു പോയൊരു ലോകം. അപ്പൊ ആദരിക്കപ്പെടേണ്ടതിനോട് ആദരവില്ല. നേതാക്കളാര്, നാടിന്റെ വലിയവരായ ആൾക്കാരെന്നറിയില്ല. എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണരുത്. ഇൽമിന്റെ മജ്‌ലിസുകളോട് വലിയ ആദരവ് വേണം. തോന്നിയതുപോലെ വരേണ്ടതോ ഇരിക്കേണ്ടതോ അല്ല. ഇത് ക്ലബിന്റെ പരിപാടിയല്ല, ഇത് ക്ലബിന്റെ പരിപാടിയല്ല. ഇത് ഡേ നൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല. ഇത് ഫെഡ്ലൈറ്റ് മാച്ച് ഗാലറി അല്ല. ഇത് കബഡി ടൂർണമെന്റ് അല്ല. ഈ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഖാല റസൂലുള്ളാഹ്. എന്റെ വിഷയതല്ല, എന്റെ വിഷയം ഇൻഷാ അല്ലാഹ് ഞാൻ വരും. ഇന്ന് തുടക്കായതുകൊണ്ട്, എന്റെ ആമുഖായതുകൊണ്ടും, നിങ്ങളെ ആമുഖായതുകൊണ്ടും, പരിപാടിന്റെ ആമുഖായതുകൊണ്ടും ഞാൻ ഈ വിഷയം ഫസ്റ്റ് പറഞ്ഞു തരാം. കാരണം നാളെ മറ്റന്നെല്ലാം ഉണ്ട്. മാത്രമല്ല, ഇന്നിപ്പോ ഈനോടെല്ലാം മനുഷ്യന്മാർക്ക് ബഹുമാനം കുറഞ്ഞ കാലാണ്. ബഹുമാനമില്ലാതെ പോയാൽ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം വെറുതെ, ഞങ്ങളെ ഹജ്ജ് വെറുതെ, ഞങ്ങളെ അമല് വെറുതെ. നിങ്ങളറിയാതെ, നനച്ചിരിക്കാതെ നിങ്ങൾ ചെയ്ത സർവത്ര അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്, നിഷ്ഫലമായി പോകുന്നതാണ്. നിങ്ങളാ കിതാബിൽ നിന്ന് അത് ഡിലീറ്റായി പോകുന്നതാണ്. അതുകൊണ്ട് ആദരിക്കപ്പെടേണ്ടതിനെ നല്ലോണം ആദരിക്കണോ. ഇത് ഇൽമിന്റെ മജ്‌ലിസാണ്, ഇതിനോട് നല്ല ബഹുമാനം വേണം. ഇവിടെ ഇരുന്നിട്ട് തിരിച്ചും മറിഞ്ഞും അങ്ങോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നോക്കണ്ട. ഇരിക്കുന്ന കുറച്ച് റാഹത്തിരുന്നോളൂ. പോന്നാ നല്ല പോയോ. ഇത് കുറെ അങ്ങ് തിരയുന്ന ഇങ്ങ് തിരയുന്ന. സത്യത്തിൽ ഓൻ തിരയുന്നല്ല, ഓനെ തിരക്കുന്നു, അങ്ങും ഇങ്ങും തിരക്കുന്നു. ഒരാളുടെ അറിഞ്ഞ അഡ്മിന്, ഏത് ഗ്രൂപ്പിന്റെ അല്ല, അവൻ എല്ലാ ഗ്രൂപ്പിന്റെ അഡ്മിൻ തന്നെ. ഇബിലീസ് ഓന്റെ പണി നോക്കി മൂത്രിക്കാൻ ഇതുവരെ മുട്ടിയിട്ടില്ല. ചൊവ്വയിന്ന് പിടിച്ചിട്ട് ഈ 8 മണിയോളം മൂത്രം പിടിച്ചിട്ടില്ല. പിടി ഇരുന്നിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല, മൂത്രം പിടിച്ചിട്ടായി. സംഗതി എന്തറിഞ്ഞ അത് ഇപ്പം എന്താ കുറച്ച് ഏറെ പിടിച്ചറിയോ. മൂത്രം വന്ന മൂത്രം പിടിച്ചേക്കാൻ പാടില്ല.
മൂത്രം നല്ലോണം മുട്ടിയിട്ടുണ്ടെങ്കിൽ, കാഷ്ടിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെളിവിടാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നിസ്കരിക്കുന്നത് പോലും ജമാത്തിൽ കൂടണമെന്നില്ല. അതിനോട് മസാല കേട്ടോളി, എനിക്ക് നന്നറിയാല. ഇവിടെ നല്ലോണം അറിയുന്ന ആലിമീങ്ങളുണ്ട്, അവരോട് കേട്ടോളി. മൂത്രിക്കാനും ബീത്താനെല്ലാം മുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് ഇതിനെ ദമ്മ പിടിച്ചിട്ട് മിക്കിയിട്ട് നീ ഇങ്ങനെ നിസ്കരിക്കണമെന്നില്ല. നീ ബീത്തിട്ട് നല്ല റിലാക്സ് ആയിട്ട് നിസ്കരിച്ചു. കാരണം നിസ്കാരം അത് അങ്ങനെ നേർച്ച വീട്ടേണ്ടിയതല്ല. അപ്പൊ മുട്ടുന്നോറും ബീത്തിക്കോളൂ, പ്രശ്നമില്ല. പക്ഷേ ഈ സമയത്ത് തന്നെ മുട്ടിയെന്തേ? ഈ സമയത്ത് തന്നെ ഇന്നോളം വിളിച്ചിട്ടില്ല. 18 കൊല്ലായി എളാമ വിളിക്കാണ്ട്. ഇപ്പൊ മിസ്കോൾ കാണുന്നു എളാമാന്റെ. എന്തത്? അതങ്ങനെ അത് എളാമാക്ക് തോന്നിപ്പിച്ച ഒരാളുണ്ട്. ഇവിടെ നിന്നെ കൊണ്ട് ആ സമയത്തിന് ഡിസ്പ്ലേ നോക്കാൻ നിന്റെ കണ്ണിന് കാഴ്ച തന്ന ഒരാളുണ്ട്. അവന്റെ പേരാണ് ഇബ്ലീസ്. അവനോടാണ് ഞങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത്. അവന്റെ വസ്വാസിൽ ഞങ്ങൾ പെടാൻ പാടില്ല. അവന്റെ പ്രേരണകൾക്ക് ഞങ്ങൾ വശംവദരാകാൻ പാടില്ല. അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താകട്ടെ. നിങ്ങൾ വേണമെങ്കിൽ നോക്കി, ഞാൻ ചെല്ലുന്നത് നേറാക്കളാ. നിങ്ങൾ വേണം നോക്കി, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയട്ട് 1-2 ആൾ മെല്ലെ അടിച്ചിട്ട് ഹലോ കേൾക്കുന്നില്ല, ഞാൻ വരാൻ പോകുന്നുണ്ടാവും. വരാനോന് ഫോണെ വന്നിട്ട് ഓൻ വിചാരിച്ച് ഞങ്ങൾക്ക് മൂക്കില്ലാന്ന്. ഓൻ വിചാരിച്ച് ഞങ്ങൾക്ക് മൂക്കില്ലാന്ന്. ഞങ്ങൾക്ക് തരിമൂക്കുണ്ട്, നിങ്ങൾക്ക് മൂക്ക് മാത്രമേ ഉള്ളൂ. ഹലോ കേൾക്കുന്നില്ല. കേൾക്കുന്ന ഫോൺ വന്നിട്ട് വേണ്ടേ? നീ നേരെ പോ, കളവിൽ നേരെ പോ. സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് കളവ് പറഞ്ഞിട്ട് പോണ്ട, നേരെ പോ. ആരും റോപ്പ് ഇട്ടിട്ട് കെട്ടി വെച്ചിട്ടില്ലല്ലോ. ഏതായാലും ഇരിക്കുന്ന നല്ല റാഹത്തിൽ ഒരു അരമണിക്കൂർ നന്നും വേണ്ട, കുറെ വയല് വേണ്ട, കുറെ സമയം ലേട്ടാക്കുന്നുമില്ല. മാത്രല്ല പരീക്ഷന്റെ സമയമാണ്, കുട്ടികൾക്ക് സ്കൂളിലും മറ്റു എക്സാമിന്റെ സമയമാണ്, മദ്രസയിലല്ലോ. അപ്പൊ കുറെ ലേട്ടാക്കാൻ കഴിയാ. ആള് ബെർട്ടേ വരാണ്ടിരിക്കട്ട്, വേഗം തുടങ്ങണോ വേഗം തീർക്കണം. ഇത് ഞമ്മന്താക്കുന്ന അറിഞ്ഞ ആൾക്കാർ ബെർട്ടും ചെലിട്ട് ഓറ് കാക്കുന്നു, ഓറ് തുടങ്ങട്ടും ചെലിട്ട് നിങ്ങ കാക്കുന്നു. ഇതിന്റെ ഇടയിൽ എന്താ കെട്ടിയാലും ഞാൻ കാക്കുന്നത്. ഈ വന്നോർ ഓറ് വരട്ടെന്ന് ഓറു. നിങ്ങ വരാണ്ട് ഓറ് സുബയോളം തുടങ്ങൂല്ല. ഓറ് തുടങ്ങാണ്ട് നിങ്ങ നാളെ രാവിലെ 10 മണിയോളം വരാനും ഉണ്ടാകും. ഇതിന്റെ ഇടയിൽ പെടുന്നാരി ഈ വന്നാള് എന്താക്കട്ടെ റബ്ബേ. അപ്പൊ ലേഖനാക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇന്നൊന്നല്ല, എന്റെ പരിപാടി ആയതുകൊണ്ടല്ല, എക്സാം ഉള്ളത് കൊണ്ടല്ല. പഴയ കാലം പോലെയല്ല, കാലം മാറി. സമാൻ ബദൽ ഗയാ, ബദൽ ഗനാ നഹീ ഖറാബ് ഗയാ. സമാന ഖറാബ് ഹൈ. മുഹമ്മദ് റാഫി പാടിയ പോലെ സമാന ഖറാബ് ഹൈ. കാലം കുറച്ച് ഫസാദായിട്ടുണ്ട്. കാലം ഫസാദായിനല്ല, ഞങ്ങ ഫസാദായതാണ്, ഞങ്ങ ബെടക്കായതാണ്. ഞങ്ങ പിന്നെ അതിനെ കാലത്തിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ വേറെ ആളെ തലക്കെട്ട് ഞമ്മ ചെന്ന് കേൾക്കുന്നില്ലേ. എന്റെ കിടവ് നേരുണ്ടായിന് ഓരോക്കത്ത് കൂടിയിട്ട് വിടക്കായി ഓറെന്തോ ആക്കിയിട്ടില്ല. നിന്റെ കിടവ് വിടക്കാനും നിന്നെ കൊണ്ടന്നെ ഞങ്ങനെ അവരെ തലക്കെട്ടുകൾ സലാമത്താക്കിയിരുന്നു. അത് എല്ലാവരും അങ്ങനെ. നിങ്ങൾ നോക്കിയാല പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു വിസ ഇടണം, ദുബൈക്ക് കടത്തോണം ചൊല്ലി. അങ്ങനെ ഞാൻ എന്താക്കി അപ്പുറം മുണ്ടി പിടിച്ചിട്ട് ഒരുത്തനെ കടത്തി. നല്ല പണിയുണ്ട്, അതിന് മോശമില്ല, ചെറിയ ശമ്പളം, പിന്നെ ശരിയാവും. കുറച്ച് റിസ്ക് ഉണ്ട്, ഒരു 8-10-12 മണിക്കൂർ പണിയുണ്ട്. എന്നാലും പിന്നെ അത് മൈനസ് ആവും, ഒരു 3 മണിക്കൂറെല്ലാം ആവും. കുറച്ച് സബർ എടുക്കണം, നീ പോയിറ്. അങ്ങനെ ഓൻ തമ്മതൊക്കെല്ലിട്ട് ആവും. അങ്ങനൊന്നും സാരില്ല, അടിമേളും പറഞ്ഞൊന്നും സാരില്ല. 12 മണിക്കൂറല്ല 24 മണിക്കൂർ പണിയൊന്നും സാരില്ല. ഒന്ന് ശരിയാക്കിയിട്ട് പോയിട്ട് ഒരേ മാസം പോകുമ്പോൾ ചെല്ലാം. മാഷാ അല്ലാ, നിന്നെ മറക്കാല, അള്ളാഹു നല്ലോണം കൂലി തട്ട്, ബാറക്കല്ലാ തബാറക്കല്ലാ, മാഷാ അല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ. ഓൻ്റെ വായിൽ എന്തെല്ലാം ഉണ്ട് എല്ലാം ചെല്ലാം എനിക്ക് വേണ്ടി. പോയിട്ട് അവിടെ എത്തിയിട്ട് പണിയെടുത്തിട്ട് ഓൻ്റെ നെറ്റിയിലെല്ലാം വേർപ്പ് വന്നിട്ടാകുമ്പോൾ ഓൻ ഫോണാക്കിട്ട് എല്ലാം പറഞ്ഞാൽ നീ എന്നെ കൊണ്ടിലിട്ടല്ലേ ഉണ്ട്. അത് എല്ലാവരും അങ്ങനെ കഷ്ടപ്പാടും ഞെരുക്കവും പ്രയാസവും വരുമ്പോൾ ഓനോൻ്റെ തലക്കിട്ട് ഇളക്കിയിരുന്നു. അപ്പൊ അള്ള ഇങ്ങനെ ആക്കിയല്ലേ, അള്ള ചന്താക്കിയല്ലേ എന്ന് പറയാലോ ഒരിക്കലും. അല്ലെങ്കിൽ അള്ളാന്റെ വിധിയല്ലേ എന്ന് പറയുകയോ, അല്ലെങ്കിൽ പോയോന് കടത്തിയോന് ഒരു ഉപകാരം ചെയ്തോന് ഒരു നന്ദിന്റെ വാക്ക് പറയാനൊന്നും ഞങ്ങൾ റെഡിയില്ല. അവനാണ് ഏറ്റവും വലിയ നന്ദി കെട്ടവൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നന്ദി കെട്ടവരെ ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. നല്ല പോലെ കേട്ടോ, ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. ഇത് കേവലം മജ്ലിസല്ല, മുഅ്മിനീങ്ങളുടെ മജ്ലിസാകുമ്പോ അവർ ഏത് കോലത്തിലുള്ളവരാകട്ടെ, ഏത് മനുഷ്യന്മാരാവട്ടെ, മുഅ്മിനീങ്ങളാണോ, അല്ലാഹുവിനെ കൊണ്ടും ആഖിറം കൊണ്ടും വിശ്വസിക്കുന്നവരാണോ, അങ്ങനെയുള്ള ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എങ്കിൽ മജ്ലിസ് മുബാറക്കായ മജ്ലിസാണ്. അത് ബർക്കത്തുള്ള മജ്ലിസാണ്. അത് ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന മജ്ലിസാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, 40 ആൾ കൂടിയ സ്ഥലത്ത് നിങ്ങൾ ദുആരക്കാതെ പോവല്ലേ. കാരണം അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും നല്ലവരുണ്ട്, ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്നവരുണ്ട്, അല്ലാഹുവിന്റെ വലിയുണ്ട്. 40 ആൾ കൂടുക എന്നത് വലിയൊരു സംഗതിയാണ്.
ഞങ്ങൾക്ക് ദുആരക്കാൻ പറ്റിയ സമയമാണത്, ദുആരപ്പിക്കാൻ പറ്റിയ മജ്ലിസാണത്. ഇരിക്കട്ടെ, എല്ലാം കൊണ്ടും ഈ നിലക്കുള്ള അമലുകളെല്ലാം ചെയ്തിട്ട് ജീവിച്ചവരാണ് മഹാന്മാർ. മഹാനരായ റിഫായി ശൈഖ് തങ്ങളെ സംബന്ധിച്ച് ഖിദ്ർ നബി ലോകത്തോട് പറഞ്ഞത് അങ്ങനെയാണ്. 40 ദിവസത്തോളം ഞാനങ്ങ് മഹാനരെ ബന്ധപ്പെട്ടു, മഹാനരുമായിട്ട് ഞാൻ സംഗമിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു 40 വാക്കല്ലാതെ എന്നോട് മിണ്ടിയിട്ടില്ല. അത്ര കണ്ട് നാവിനെ നിയന്ത്രിച്ച മഹാനാണ് റിഫായി ശൈഖ്. നാവിനെ നിയന്ത്രിക്കാനാണ് വലിയ പണി, കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല. കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല, നാവിനെ നിയന്ത്രിക്കാനാ വലിയ പണി. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മഹാനരായ സുബൈർ തങ്ങൾ ചോദിച്ചല്ലോ, നബിയേ നബിയേ അയ്യുന്നജാത്ത്, രക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രക്ഷപ്പെടുക? ഞാൻ എങ്ങനെയാ പരലോകത്ത് രക്ഷപ്പെടുക? എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ മാർഗം പറഞ്ഞു കൊടുത്തു. അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ കൺട്രോൾ ആയിക്കോ. കണ്ടവരതെല്ലാം എണ്ണാ നിൽക്കണ്ട, കണ്ടവന്റെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട, വേണ്ടാത്തരങ്ങൾ പറയണ്ട, അനാവശ്യങ്ങൾ പറയണ്ട, ഫിത്ന ഫസാദ് പറയണ്ട. അതുപോലെ തന്നെ ആലിമീങ്ങളെ പ്രത്യേകിച്ച് പറയണ്ട. തങ്ങന്മാർ ആലിമീങ്ങള് നല്ലോണം ജാഗ്രത. അവർ ആ കാണുന്ന കോലമല്ല, അവരിൽ ഇൽമെന്നൊരു സംഗതിയുണ്ട്, അത് വിഷമാണ്. അതുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കണ്ട. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ വറഇ അശദ്ദു, തങ്ങള് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള വിഷയം ഏതാ? തങ്ങളെ നല്ല കഷ്ടമുള്ള വിഷയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ കുറച്ച് കഷ്ടമുള്ള റിസ്ക് ഉള്ള സംഗതി എന്തും ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു, അല്ലിസാൻ, നാവ്. നാവിനെ നിയന്ത്രിക്കാൻ കുറച്ച് പണി തന്നെ. ഫിത്ന ഫസാദ് പറയാത്തവരില്ല, ഗീബത്ത് പറയാത്തവരില്ല. ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ സമന്മാരാണ്. അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കണ്ണും നാക്കും മൂക്കും ഓരോ അവയവങ്ങളും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. ആ പറയപ്പെട്ടവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ. അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്തിലാക്കട്ടെ. നാവിനെ നല്ലോണം നിയന്ത്രിക്കണം. ഇവർ റമളാൻ വരാനായി, നാളായി കുറച്ച് ദിവസമുള്ള. അപ്പൊ നല്ലോണം കൺട്രോൾ ആക്കേണ്ടത് നാവിന് തന്നെ. ബാക്കിയെല്ലാം കൺട്രോളാണ്, പള്ളക്കൊന്നും പോകുന്നില്ല, പിന്നെ വേറെ പാച്ചൽ കളിയൊന്നും ഇല്ല. കാരണം എന്താ, പൈക്കുന്നു അങ്ങനെ വായത്ര, അല്ലാണ്ട് ആശയില്ലാഞ്ഞിട്ടല്ല. പിന്നെ MB എല്ലാം അങ്ങനെ നല്ല കുറച്ചെല്ലാം റീചാർജ് ആക്കുന്നതെല്ലാം കുറയുന്നു, നല്ലവർക്ക് കുറയുന്നു, എല്ലാവർക്കും അല്ല. ഏതായാലും ഫസ്റ്റ് ഏതായാലും കുറയുന്നു. ഫസ്റ്റ് റമളാൻ ഒരു 3 MB ഇല്ല, ഒരു കുന്തവും ഇല്ല. എന്തേ റമളാൻ ആകെയാ ഉമ്മാമ വിരിച്ച മുസല്ല മടക്കിയിട്ടുമില്ല. ഈ ചങ്ങായിന്റെ MB MT കാലി 4 കഴിഞ്ഞിട്ട് 8ന്റെ 1.5 GB ഉടക്കണം. ഉമ്മാമയും അങ്ങനെ ഫസ്റ്റിന്റെ നീയല്ലേ ആ കേബിളൊന്ന് ഊരിറുമോളെ, വേണ്ട റമളാനല്ലേ ഊരിറും. അത് ഊരാൻ കഴിഞ്ഞ മരുമോക്ക്. കാരണം 1-2 ഫുള്ള് നോക്കിയതല്ലേ, അതും ഉപ്പ് കുടിച്ചിനാട്. ഇത് അവസാനം ഒരു ഊരിറും റമളാനല്ലേ തക്ബീറാക്കുന്നില്ലേ, അങ്ങനെ ഊരല്ലേ കേബിൾ മാത്രല്ല പൊരിഞ്ഞ ഇടി സ്വിച്ച് ബോർഡേ പൊരിഞ്ഞു പോ. അത്രക്ക് ഈമാനിലെ ഊരിട്ടെടുത്ത പൊരിച്ചിട്ടെടുത്ത ഉമ്മാമ റമളാൻ 8 എന്ന് ചെല്ലാൻ തെറിഞ്ഞ ആ 8:30 മണിന്റെ സീരിയൽ കുത്തിയത്. നിങ്ങൾ ശരിക്കും നമുക്ക് ഡൗട്ടുണ്ട്, പറഞ്ഞ ഉള്ളിൽ അങ്ങനെ ആണെന്നല്ലേ. നന്ന് ചിരിക്കണ്ട, നാളെ ക്ലിപ്പ് വരും. ഇതെല്ലാവർക്കും ബാധകാണ്. എനിക്ക് അവ്വലം ബിനഫ്സി, പിന്നെ നിങ്ങൾക്ക് റമളാനാണ്. എല്ലാം കൊണ്ടും പരിശുദ്ധമായ മാസം. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങൾ പറഞ്ഞല്ലോ, ഖബറാളികളോട് അല്ലാഹു ചോദിക്കുമത്ര, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ. തമന്നൗ, എന്തെങ്കിലും ആശയുണ്ടാ, എന്തെങ്കിലും ആഗ്രഹമുണ്ടാ, എന്തെങ്കിലും കൊതിയുണ്ടാ എന്ന് അഹ്ലുൽ ഖുബൂറിനോട്, ഖബറാളികളോട്, ആ മണ്ണറയിൽ കിടക്കുന്ന ജനങ്ങളോട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ എന്ന് അവരോട് ചോദിക്കുമ്പോ ആ മനുഷ്യർ അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യം എന്തറിയോ? തമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിൽ നിന്നിട്ടുള്ള ഒരു നാൾ കൂടാനുള്ള തൗഫീഖ് താ അല്ലാഹ്. അത് കണ്ടിട്ട് ആശ തീർന്നിട്ടില്ല, അത്
അനുഭവിച്ചിട്ട് മതി വന്നിട്ടില്ല. അതുകൊണ്ട് റമദാനിന്റെ ഒരു ദിവസമെങ്കിലും നീ ഞങ്ങൾക്ക് കാണിച്ചിറ, അതിലൊന്ന് കൂടാനുള്ള യോഗം തന്നറ, റമദാനിനെ ഒന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം തന്നറ് എന്ന് ഖബറാളികൾ പോലും ആഗ്രഹിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. എല്ലാം കൊണ്ടുവരും കാണാം. നാളെ രാത്രി ബറാഅത്താണ്. നാളെ രാത്രി എല്ലാം കൊണ്ട് തയ്യാറാവണോ? ഇന്നേതായാലും ക്ലബിന്റെ വിടയായി, ഇന്നേതായാലും കളികളത്തിലായി, ഇന്നേതായാലും മന്തിന്റെ പീടികയിലായി, ഇന്നേതായാലും വീട്ടിലായി, ഇന്നേതായാലും തേരാപാര നടക്കലായി. നാളെ നടക്കല്ലേ, നാളെ പരിശുദ്ധമായ ഈ ശഅബാനിന്റെ 15ന്റെ രാത്രി, ശ്രേഷ്ഠമായ രാത്രി, വളരെയധികം പോരിശയാകപ്പെട്ട രാത്രി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അതേ ആ രാത്രിയില്, നാളത്തെ രാത്രിയില് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നല്ലോണം പൊറുക്കുന്നുണ്ട്, ധാരാളം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. വലില്ലാഹി ഫീഹാ ഉത്തഖാഉം മിനന്നാർ. എത്രയോ കോടാനകോടി ജനങ്ങള് അല്ലാഹു അവന്റെ വലിയ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് നാളത്തെ രാത്രി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. കലബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എത്ര പാപം ചെയ്തവരാണെങ്കിലും അവർക്ക് നാളല്ല പൊറുക്കുന്നു. അതുകൊണ്ട് നാളത്തെ രാത്രി നല്ലോണം ഹയാത്താക്കണോ. ഇശാ മഅരിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതണോ. ആദരണീയരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട പണ്ഡിതവരേണ്യർ ഖലീലു ദാരിമി ഉസ്താദ് വേണ്ടതുപോലെ നിങ്ങളോടത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നാളത്തെ ഇശാ മഅരിബിന്റെ ഇടയിൽ 3 യാസീൻ മറക്കണ്ട. ഉസ്താദ് നാളെ മാത്രം ഓതി മതിയാവല്ല, അത് എപ്പോഴും ഓതണം. നാളെ ബിള്ളൂല ഓതണം. ചില മനുഷ്യന്മാർ മനസ്സിലാക്കിയ കാണേ, യാസീൻ ഓതേണ്ട ഇതൊന്ന് ബറാത്തിന്റെ ഒന്ന് മോന്തിക്ക്, പിന്നെ ഒന്ന് മരിച്ച വരലി, അതിന്റെ അപ്പുറപ്പുറം തൊട്ടു നോക്കിറാൻ കയ്യാ. ആരോ ഒരാൾ ഖത്തം തീർക്കുന്നുണ്ടായില്ല, കുഞ്ഞാ ഖത്തം ഓതിയിട്ട് തീർക്കുന്നുണ്ടായിന്. അയാൾ ഓതിയിട്ട് ബുധനാഴ്ച എത്തുമ്പോ ഏകദേശം ഓതിയിട്ട് അൽക്കഫ് സൂറത്തിനോടെ എത്തി. അയാൾ എന്തൊക്കെ അറിഞ്ഞ അതിനവിടെ വെച്ചിട്ട് അതിന്റെ ഇപ്പുറത്ത് ഓതാൻ തുടങ്ങിയ. അയാൾ കേട്ടി ഇത് വെള്ളിയാഴ്ച മാത്രം ഓതേണ്ടതല്ലേ? എങ്ങനെയുണ്ട്? അൽക്കഫ് വെള്ളിയാഴ്ച മാത്രം ഓതേണ്ടല്ലേ? ഇപ്പൊ ഓതങ്ങണേന്ന് എന്ത് ശനിയാഴ്ച ഹറാമാ? അല്ല, അൽക്കഫ് സൂറത്ത് വെള്ളിയാഴ്ച പ്രത്യേകം ഓതണം, ബാക്കി നാളുകളിലും ഓതണം. വെള്ളിയാഴ്ച നൗല ഓതണം. 12:58 ഓതേണ്ടത്, അതിരാവിലെ ഓതണം സൂറത്തുൽ കഹ്ഫ്. യാസീനും അങ്ങനെ. അല്ലെങ്കിൽ യാസീന് മഹത്തരമാണ്, ശ്രേഷ്ഠമായ സൂറത്താണ്, സുന്നത്താക്കപ്പെട്ട പതിവാക്കപ്പെടേണ്ട സൂറത്താണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാത്തിനും ഹൃദയമുണ്ട്. ഉമ്മമാര് കേട്ടോ, പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിമേ കേട്ടോ, ലോകത്തുള്ള സകല സൃഷ്ടികൾക്കും ഹൃദയമുണ്ട്, ഖൽബുണ്ട്. വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഖൽബാണ്, ഹൃദയമാണ് സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ്, ചെറിയ സൂറത്തല്ല. സൂറത്തു യാസീൻ ലിമാ ഖുരിയ. എന്ത് കാര്യം കരുതിയിട്ട് ഓതിയാലും അല്ലാഹു നിറവേറ്റി തരും കേട്ടോ, സംശയമില്ല. അതാണ് സൂറത്തു യാസീൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാള് രാവിലെയാണ് യാസീൻ ഓതുന്നതെങ്കിൽ അയാൾ വൈകുന്നേരം വരെ മരണപ്പെടില്ല. ഒരാൾ വൈകുന്നേരമാണ് യാസീൻ ഓതുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾക്ക് മരണമില്ല. ഒരു വട്ടമോ വഫീരിവായത്തിൻ 3 വട്ടമോ യാസീൻ ഓതിയാൽ ദീർഘായുസുണ്ട്. ഞമ്മ ദീർഘായുസിന് ജിമ്മിന് വായിന്ന് സുബൈ കണിച്ചിട്ട് ദീർഘായുസ്, പിന്നെ റട്ട നല്ല ബട്ടട്ട പോലാവന് അവിടെ പായിന്ത് തെറ്റൊന്നുമല്ല. ഈ നിസ്കാരം കള്ളാക്കിയിട്ട് ഓത്തും പൈത്തൊന്നും ഇല്ലാണ്ട് ഉമ്മ വിളിച്ചങ്ങ് കൂറ്റാട്ടാണ്ട് വാപ്പാക്കൊരു കവളി വെത്തല കൊണ്ടേര് കൊടുക്കാണ്ട് നീ ജിമ്മിന് പോയെങ്കിൽ ജിം എടുത്ത ഞാൻ. നിന്റെ ജിമ്മ് അത് ആരോഗ്യം കൂട്ടാനുള്ളതല്ല, അത് ആരോഗ്യം ബെടക്കാവാനുള്ളതാണ്. ആരോഗ്യം കൂടാനും ആയുസ് കൂടാനും ഐശ്വര്യം കൂടാനും സന്തോഷം കൂടാനും നാളെ ആഖിറത്തിൽ സലാമത്ത് ഉണ്ടാവാനും എല്ലാത്തിനും പറ്റിയതാണ് ഇസ്ലാമിന്റെ കർമ്മങ്ങള്, ദിക്റുറാദുകള്, ഖുർആൻ പാരായണങ്ങള്, ദാനധർമ്മങ്ങളൊക്കെ. ചെറിയ സംഗതിയല്ല. അതിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഹബീബായ നബി തങ്ങൾ
പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതിയാൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കട്ടെ. ഖുർആൻ ഓതിയെങ്കിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഖുർആൻ ഓതിയാ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരും, ആഖിറത്തിന്റെ പ്രശ്നം തീരും. മഹാനായ അബ്ദുല്ലാഹിൽ ഖുശൈരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൽ ഖുശൈരി വലിയ മഹാനാണ്, സൂഫി ചക്രവാളത്തിലെ വലിയ മഹാനാണ്, ലോകമറിയപ്പെട്ട പണ്ഡിതനാണ്. ആ മഹാനരുമായി ബന്ധപ്പെട്ട ഒരു കിടാവിന് ഒന്നുകിലോ സ്വന്തം മകൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു കിടാവ്, ആ കിടാവ് ഇങ്ങനെ വയറുവേദന കൊണ്ട് പിടക്കുകയാണ്, പൊളിയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് മരുന്നുകൾ ചെയ്തു നോക്കി, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു നോക്കി, കുട്ടിക്ക് ശമനമില്ല. അങ്ങനെ ഇരിക്കെ വളരെ വിഷമത്തോടെ ബേജാറോടെ ഇരിക്കുമ്പോ, അല്ലെങ്കിലും മക്കൾക്ക് വേറെ വേദന, മക്കൾക്ക് രോഗമെന്ന് പറയുമ്പോഴാണ് ഉമ്മ ബാപ്പമാർക്ക് വലിയ ബേജാറ്. അല്ലേ 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 കിടാക്കൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പരൻ്റെ ഉള്ളിൽ വർക്കില്ല. ഉമ്മ ബാപ്പാക്കും അങ്ങനെ തീരെ സുഖമില്ലാണ്ടാന്ത് സ്വന്തം തടിക്ക് വേറമ്പലം വരുമ്പോഴല്ല, മക്കൾക്ക് വേറമ്പലാകുമ്പോൾ, മക്കൾക്ക് സുഖമില്ലാണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണല്ലോ ഉമ്മ ബാപ്പല്ലേ അത്, അവർ അങ്ങനല്ലേ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർ അങ്ങനെ ഒരുപാട് മരുന്നെടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടപ്പോൾ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെയുണ്ട് രാത്രി ഉറങ്ങിയ നേരത്ത് ഹബീബായ നബി തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ വളരെ വിഷമത്തിൽ? അപ്പൊ മഹാൻ പറഞ്ഞു, നബിയേ, കിടാവിന് സുഖമില്ല, ഒരുപാട് പ്രയാസത്തിലാണ്, വേദന കൊണ്ട് പൊളയുന്നു, കുഞ്ഞിന്റെ വേദന കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് റസൂലുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. അബ്ദുല്ലാഹ്, ആയത്തു ശിഫ ഓതിയിട്ട് മന്ത്രിച്ചോ, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചോ. അത് ആഖിറത്തിൽ കൂലിക്ക് മാത്രമുള്ള സംഗതിയല്ല. ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരാൻ, ലോകത്തിന് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ, ആഖിറം സലാമത്താകാൻ എല്ലാത്തിനും സിദ്ധൌഷധമാണ് പരിശുദ്ധ ഖുർആൻ. അലൈക്കും ബിശിഫായിൻ അൽ ഖുർആനു വൽ ഗസ്ലു. രണ്ട് മരുന്നെപ്പോഴും നിങ്ങളെ കയ്യിൽ വേണോ? രണ്ട് മരുന്ന് എപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം, നിർബന്ധമാണ്. ഏതാ രണ്ട് മരുന്ന്? ഷുഗറിൻ്റെതും പ്രഷറിൻ്റെതും അല്ല. ഞങ്ങൾക്ക് നിർബന്ധം അതിനകത്ത്. പിന്നെ ഹജ്ജിക്ക് പോന്നെങ്കിൽ ഉംറക്ക് പോന്നെങ്കിൽ ഈൻ്റെ 1.5 കിലോ കീശയില്ലെങ്കിൽ ശരിയാവാൻ. തവാഫ് ഒന്നും ഷോർട്ടായെങ്കിൽ മോശമില്ല, കുളിയ കുടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാണ്. ഉമ്മാമ ജല്ല് കടത്തിനാണ്. നിങ്ങളുടെ ചുറ്റുമ്പോൾ സഈ നടത്തുമ്പോൾ തവാഫാക്കുമ്പോൾ 6-7 വട്ടം തിരിയണ്ടേ? അതിൽ ഒന്ന് ഷോർട്ടായെങ്കിൽ മോശമില്ല, ആ ഷുഗറിൻ്റെ ഗുളിയ തപ്പിയിട്ടുണ്ടാണ്. അതാണിപ്പോൾ മസ്റ്റായത്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളെ തടിയിലുള്ള രോഗങ്ങൾ ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു മരുന്നൊന്നും കൂടാതെ ശിഫയാക്കി തരട്ടെ. സത്യത്തിൽ അലൈക്കും ബിശിഫായിൻ, രണ്ട് മരുന്ന് നിങ്ങൾ കയ്യിൽ വെക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന് അൽ ഖുർആനു വൽ ഗസ്ലു, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതനുസരിച്ചിട്ടുള്ള ജീവിതം. 2 തേനിന്റെ ഉപയോഗം. തേനാവണം. അല്ലാണ്ട് റോഡ് സൈഡിലും ഹോട്ടലിലും പീടിയിലും എല്ലാം കിട്ടുന്നതെല്ലാം തേൻ ആയിക്കൊള്ളുന്നില്ല. പേര് ഹനി, ജേനു, തേന് നല്ല ഉണ്ടാവും. എന്നാലും അത് ഒറിജിനൽ തന്നെ ആണോ അല്ലെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് അതിൻ്റെതായ മട്ടത്തിലുള്ളതാണെങ്കിൽ അത് മരുന്നാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ അതെല്ലാം കയ്യിൽ വേണം. എന്നിട്ട് നാളത്തെ രാത്രി അടക്കം അള്ളാഹു താല പൊറുക്കപ്പെടാത്ത കുറച്ച് പേരുണ്ട്, അള്ളാഹു മാപ്പ് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വലാ യൻദുറുല്ലാഹു ഫീഹാ, നാളത്തെ ഏറെ പോരിശിയാകപ്പെട്ട രാത്രിയായിട്ട് പോലും, കോടാനക്കോടി അള്ളാന്റെ ഭാവികളായ അടിമകൾക്ക് പൊറുക്കപ്പെടുന്ന രാത്രിയായിട്ട് പോലും, എത്രയോ കോടാനക്കോടി ജനങ്ങള് കത്തിയാളുന്ന നരകത്തിൽ നിന്നിട്ട് അള്ളാഹു മോചിപ്പിക്കുന്ന ബറാത്തിന്റെ രാത്രിയായിട്ട് പോലും, ബർക്കത്തുള്ള രാത്രിയായിട്ട് പോലും അള്ളാഹു താല പൊറുക്കാത്ത, അള്ളാഹു നോക്കാത്ത 1, 2, 3, 4 പേരുണ്ട്. അതാരറിയുമോ? ഇലാ മുശ്രിക്കിൻ വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാത്തി റഹിമീൻ വലാ ഇലാ മുസ്ബിലിൻ വലാ ഇലാ ഖിൽ വാലിദൈഹി വലാ ഇലാ മുദ്മിൻ ഖംറിൻ. സഹിയായ ഹദീസാണ്. നല്ല പോലെ കേട്ടോ, ഉമ്മ കേട്ടോ, പിണങ്ങി നിൽക്കുന്നവർ കേട്ടോ, ബാപ്പ ഉമ്മയോട് ചൊടിച്ചവർ കേട്ടോ, കുടുംബക്കാരോട് അരിസത്തിൽ കഴിയുന്നവർ കേട്ടോ, മന്ത്രവാദിന്റെ അടുക്ക, ജ്യോത്സ്യക്കാരന്റെ അടുക്ക കണക്ക് വെക്കാൻ പോകുന്നവർ കേട്ടോ. എല്ലാവരും കേട്ടോളി.
ഹബീബായ നബി തങ്ങൾ പറയാ, നാളത്തെ രാത്രി അല്ല പൊറുക്കാത്ത വിഭാഗം, അല്ല മാപ്പ് ചെയ്യാത്ത വിഭാഗം, അള്ളാന്റെ കാരുണ്യം ചൊരിക്കപ്പെടാത്ത വിഭാഗം ആരറിയുമോ? ഒന്ന് ഇലാ മുശ്രിക്കീൻ, മുശ്രിക്കാണ്, ബഹുദൈവാരാധകനാണ്, അവനല്ല പൊറുക്കില്ല, അവനിലേക്കല്ല നോക്കില്ല. വലാ ഇലാ മുശാഹിനീൻ, അതുപോലെ തന്നെ പരസ്പരം വൈരാഗ്യത്തിൽ പിണങ്ങി നിൽക്കുന്നവൻ, അരിസപ്പെട്ട് കഴിയുന്നവൻ, ചൊടിച്ചിരിക്കുന്നവർ, തർക്കത്തിലേർപ്പെട്ടവർ, അവർക്കല്ല നാളെ പൊറുക്കല. നീ അല്ലാട് പടച്ചറബേ പൊറുക്കല്ലാന്ന് പറഞ്ഞിട്ട് 3 യാസീൻ ഓതിയിട്ട് നാളെ ദുആരക്കുന്നതിന് പിന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള ദുആന്റെ മജ്ലിസിൽ കൂടുന്നതിന് പിന്നെ നീ അരിശപ്പെട്ടവരോടൊന്ന് ഫോണാക്കിയിട്ട് വിരിശത്തിലാവണോ, ഒന്ന് രാജിയാവണോ, ഒന്ന് നല്ല സുൽഹിലാവണോ, എന്നിട്ട് ദുആരുന്നു. ഇനി കേട്ടോ, വലാ ഇലാ ഖാതിഇ റഹിം, എന്റെ വിഷയമാണ്, എനങ്ങോട്ടെന്റെ വിഷയമാണ്, എനങ്ങോട്ടെന്റെ വിഷയമാണ്. വലാ ഇലാ ഖാതിഇ റഹിം, കുടുംബബന്ധം മുറിച്ചവർക്കും അല്ല പൊറുക്കില്ല. എളാപ്പാട് മിണ്ടാതെ നീ എടുത്തുവാർന്നിട്ട് കാര്യമില്ല, അളിയന്മാരോട് മിണ്ടാതെ നീ സിയാറത്തിന് പോയിട്ട് കാര്യമില്ല. അതെ, ആരോടാണോ നീ ബന്ധം മുറിച്ചത്, ആ ബന്ധം നന്നാക്കാത്ത കാലത്തോളം നിനക്കല്ല പൊറുക്കല. പൊറുക്കലാന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവര്, കുടുംബക്കാരോട് ചൊടിച്ചു നിൽക്കുന്നവര്. കുടുംബമെന്ന് പറഞ്ഞാൽ കെട്ടിയോളും കുട്ടിയോളും മാത്രമല്ല, കുടുംബമെന്നത് വിശാലമായ സാമ്രാജ്യമാണ്. അവിടെ ഒരുപാട് പേരുണ്ട്. ആരോടായാലും നീ ചൊടിക്കണ്ട. കുടുംബ ചെല്ലിങ്ങാര്, ഫാമിലി ചെല്ലിങ്ങാര്, നീ എടാ ഞാൻ ഗൾഫില് ഒക്കെ മാഷാ അല്ലാഹ്, ഞാൻ മാത്രല്ല എന്റെ ഫാമിലിയും ഗൾഫില്. ആര് ഫാമിലി? കെട്ടിയോളും 3 കുട്ടിയോളും, ബാപ്പ ഉമ്മ, അഞ്ചന്മാറ് പെങ്ങന്മാറ് എല്ലാം നാട്ടിൽ. അപ്പൊ ഇത് ഫാമിലി അല്ലേ? ഇത് വിത്തൗട്ട് ഫാമിലിയാ. ഞാനും എന്റെ ഫാമിലി ഹാപ്പി. എന്റെ ഫാമിലി കെട്ടിയോളും കുട്ടിയോളും മാത്രമേ. ഫാമിലി എന്ന് പറഞ്ഞത്, കുടുംബം എന്ന് പറഞ്ഞത് അത് വിശാലമാണ്. അവിടെ ഉമ്മയുണ്ട്, ഉമ്മാമ്മമാരുണ്ട്, അവിടെ ബാപ്പയുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, അവിടെ ജേട്ടന്മാരുണ്ട്, അനുജന്മാരുണ്ട്, അവിടെ ജേട്ടത്തിമാരുണ്ട്, അനുജത്തിമാരുണ്ട്, അവിടെ എളാമയുണ്ട്, എളാപ്പമാരുണ്ട്, അവിടെ അമ്മായിമാരുണ്ട്, അമ്മോഷന്മാരുണ്ട്, അവിടെ അളിയന്മാരുണ്ട്, മച്ചുനമാരുണ്ട്, അവിടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അവിടെ മക്കളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. അങ്ങനെ 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 മിൻജിഹത്തിൽ അബാഇ വൽ ഉമ്മഹാത്ത്. അതുപോലെ തന്നെ മറ്റു നിലക്ക് കെട്ടുവഴിയായും വിവാഹം വഴിയായും മാതാപിതാക്കൾ വഴിയായും അനുജന്മാർ വഴിയായും നിനക്കങ്ങനെ കുടുംബം എന്നത് വിശാലമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഈ കുടുംബം അയൽവാസം ചെല്ലെങ്കിൽ ആരറിഞ്ഞ കുടുംബം ചെല്ലെങ്കിൽ കെട്ടിയോളും കുട്ടിയോളും, അയൽവാസം ചെല്ലെങ്കിൽ വിളിച്ചെങ്കിൽ കൂറ്റാട്ടുന്നു. അതിന്റെ അപ്പുറത്തതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, ആരാണ് അയൽവാസി? മഹദി പറഞ്ഞു, നിന്റെ 4 ഭാഗത്തു നിന്ന് നോക്കിയെങ്കിൽ 40 വീട്ടുകാർ അയൽവാസികളാണ്. ഇങ്ങനെ നോക്കുമ്പോ 40ഓളം വീട്, ഇങ്ങനെ നോക്കുമ്പോ 40ഓളം വീട്, ഏകദേശം 10 അടിക്കെത്തും, മൂസോടിക്കെത്തും. എത്തല്ലേ? നമ്മളെ കണക്കിലേ ഇല്ല. നമ്മളെ കണക്കിലെ അയൽവാസി കമ്പൗണ്ടിന്റെ നേരെ അപ്പുറത്തുള്ള എന്നിട്ട് ഓനില് നേരെ ഉണ്ടാ വലിയ കമ്പൗണ്ട് ഒത്തിച്ചനോ എന്റെ ഓൻ വന്നിട്ടുണ്ടാന്ന്. ആണ്ടുമ്പോഴും ദ്വാരുന്നതിനറിഞ്ഞ മീറാജിന്റെ ഒന്നും ബറാത്തിന്റെ ഒന്നും റമദാനിലും ദർഗന്റോടെയും ഉസ്താദുമാരിലും തങ്ങന്മാരെയും കണ്ടിട്ട് ദ്വാരിപ്പിച്ചതിന് ഒരു ഫര ഉസ്താദ്, ഒരു ഫര ഉസ്താദ്, ഒരു ഫര കുറേ ആയി വാടകന്റെ റൂമിൽ ലീസില് ഉസ്താദ് ദ്വാരക്കോണെന്ന് പറഞ്ഞിട്ട് 756 കൊടുത്തു. എന്താ 756ന്റെ ഭാഗ്യമാ അല്ല ഉസ്താദിന്റെ ദ്വാന്റെ ഫലമാ? ഓനൊരു ഫര അല്ല എത്തിച്ച് ഒരു 3-4 സെന്റ് ജാഗ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം, എന്നിട്ട് ഫരെല്ലാം കിട്ടുന്ന മുന്നേ ഓൻ 12 ലോഡ് ജെല്ലിയും 3 ലോഡ് 26 ലോഡ് കല്ലിയും എല്ലാം ചൊരിച്ചിട്ടും ഫസ്റ്റ് കെട്ടിയെന്ന് പറഞ്ഞ കമ്പൗണ്ട് ഓൻ ദ്വാരുന്നുണ്ടോ ഇത്ര നാക്കാലെന്ന് ചങ്ങായി പെഹലെ ഇതെന്താ ഫസ്റ്റ്? അതാരും വന്നിട്ടുണ്ടാന്ന് ഞങ്ങളെന്നെ ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, കമ്പൗണ്ട് കെട്ടിയിട്ട് നല്ല ഗേട്ടും വെച്ചും ഡിജിറ്റൽ ഗേറ്റ്, റിമോട്ട് കൺട്രോൾ, എന്നിട്ടൊരു ബോർഡും നായുണ്ട്, ജാഗ്രത. ആരും വന്നിട്ടുണ്ടാ?
നായിയുടെ എച്ചരിക്ക. ഇനി നായി ചത്തങ്കും ബോർഡുണ്ട് അവിടെ. എന്റെ വെച്ചോനെ വലിയ നായി. നായിന്റെ കൂടെ പോയി തന്നെ കണക്കൂട്ടിയോളി. കൂടെ എറിഞ്ഞെങ്കിലും ആ ബോർഡ് എറിയാലോ. നിങ്ങൾ നല്ലോണം നോക്കുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. സംഗതി അങ്ങനല്ലേ? അല്ല നിങ്ങളെ ഈടുണ്ട് ഞാൻ ചെല്ലിറ്റ. നിങ്ങനെ ബേജാറാണ്ട, നിങ്ങൾ അരസപ്പെടണ്ട. നിങ്ങൾ ചെല്ലിറ്റ ഞാൻ സംഗതി ഇല്ലേ? വർത്തമാന കാലത്ത് ഇങ്ങനെ ഇല്ലേ? തീർച്ചല്ലേ? എത്ര സ്ഥലത്തുണ്ട് ഞമ്മ കണ്ടിന്. അത് ചില പൈസക്കാരോടാണ് ജോറില്ല. പാപ്പത്തിന്റെ ബോർഡ് പോയിട്ട് കമ്പൗണ്ട് കെട്ടനെ പൈസ ഇല്ല. ഓണ്ടന് മോന അതിനെ കട്ടിബലത്ത് കെട്ടിയോ. ചില ആൾക്കാർ, ചില പണക്കാർ അല്ലാഹു തആല പണം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു. മാഷാ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലുള്ള ചില പണക്കാർ, ബഹുമാനപ്പെട്ട ലത്തീഫാജിയെ പോലെ, അൽഹംദുലില്ലാഹ്, എത്ര ജനങ്ങൾക്കാണ് പള്ള നിറയുന്നത്, എത്ര ജനങ്ങൾക്കാണ് സേവനം ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നവർ. നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ആലങ്കാരിക വാക്കല്ല. ഞാനിപ്പോ അയാൾ ഇരുത്തിയിട്ട് സ്തുതി പറയുന്നതല്ല. അയാൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാല. ഇനിയിപ്പോ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എനിക്ക് ആറൊന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ മേങ്ങാൻ വരുന്നുമില്ല. എന്നാലും സംഗതി അൽഹംദുലില്ലാഹ് നേരത്തെ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഈ പിന്നെ ഇവിടെ കമ്മിറ്റിയുടെ തലപ്പത്ത് വന്നതിന് ശേഷമാണ് മാഷാ അല്ലാഹ് നല്ലൊരു മനോഹരമായത് അല്ലേ? ഒരു പരിസരവും ഈ മുറ്റവും പള്ളി പരിസരവും ഒക്കെ റാഹത്തായി. കാണുമ്പോ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചിറാന്ന്. എന്തില്ലെങ്കിൽ സെൽഫി എടുക്കാൻ വന്നൊക്കെ നിസ്കരിച്ചിറല്ലേ? ഊട് തന്നെ പോന്ന അങ്ങനെ. അപ്പൊ ഓട് സെൽഫി എടുക്കാൻ വന്ന അൽഹംദുലില്ലാഹ് നല്ല റാഹത്ത്. അല്ലെങ്കിൽ ഉപ്പളകുന്നി എന്ന് പറയുമ്പോ അത് എല്ലാത്തിലും ഒരു അറിയപ്പെട്ട നാടാണ്. ഒരുപാട് കാലം ദർശനം നടത്തി ഉള്ള നാട്. പണ്ട് കാലം മുതലേ ദർസുള്ള നാട്. നല്ല ഉപ്പള റേഞ്ചില് നമ്മൾ ഈ മേഖലയില് അറിയപ്പെട്ട വിശാലമായ ഉയർന്ന ക്ലാസ്സുകളുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ, ആണുകിടാക്കളും പെണ്ണുകിടാക്കളും പഠിക്കുന്ന മദ്രസകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മദ്രസ ഞങ്ങൾ ഉപ്പളകുന്നിലെ മദ്രസയാണ്. ദർസ് പണ്ട് കാലം മുതലേയുണ്ട്. ഒന്നരായ ഷെയ്ഖുന ബഹുമാനപ്പെട്ട എം.പി. സഅദി ഉസ്താദ് നീണ്ട 7 വർഷത്തോളമോ 9 വർഷത്തോളമോ എന്തോ ഇവിടെ ദർസ് നടത്തിയിരുന്നു ഞങ്ങളെ ഉസ്താദ്. ഇപ്പോഴും ബഹുമാനപ്പെട്ട ഒന്നരായ ഉസ്താദ് അബ്ദുൽ ഹമീദ് മദനി ഉസ്താദ് സുഖമില്ലാതെ ഇന്ന് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു പൂർണ്ണാരോഗ്യം നൽകട്ടെ. മഹാനരായ പണ്ഡിതരാണ്, പ്രഗത്ഭരായ പണ്ഡിതനാണ്. ഒരുപാട് പണ്ഡിതന്മാരുടെ മഹാനരായ ഗുരുവാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കാലം മിന്നയും ഇപ്പോഴും ഈ നാടിന്റെ മുദരിസായി ജോലി ചെയ്തിരുന്നയാളാണ്. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മഞ്ചേശ്വരം മേഖല മുഷാവറംഗമാണ്. ജംഇയ്യത്തുൽ ഖുതബാഇന്റെ കരുത്തനായ സാരഥിയാണ്. പ്രഗത്ഭരായ മഹാനരാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്ന്, ഷുഗർ പ്രഷർ പോലെയുള്ള മാറാവ്യാധികളിൽ നിന്ന്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക്, ആക്സിഡന്റ് പോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. പറഞ്ഞു വന്നത് കുടുംബക്കാരെ അകറ്റണ്ട, അവർ വരുമ്പോ ഗേറ്റ് അടക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം നീ അവർക്ക് നിന്റെ ജാഗന്റെ പട്ട അതല്ലെങ്കിൽ ആധാരം കൊടുക്കണമെന്നല്ല. നിങ്ങൾ വെളിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് ബേജാറാണ്. ഇയാളിന് ചെല്ലിയുള്ള എന്റെ ജാഗന്റെ പട്ടനെ ഏളാമാക്കി കൊടുക്കാൻ ചെന്നാന്ന്. പേടിക്കണ്ട. ആശ ഉണ്ടെങ്കിൽ കൊടുത്തോളി, ബേജാറൊന്നും ഇല്ല. ഇനി എന്ത് കൊടുത്തെങ്കിലും കൊടുത്തില്ലെങ്കിലും ആ പിരിസപ്പാട് മുറിക്കണ്ട. അല്ലെങ്കിലും നീ കൊടുക്കുന്ന കിറ്റില്ലേ, കിറ്റാട്ട് കെട്ടാട്ട് നീ ആർക്ക് കൊടുക്കുന്നെങ്കിലും ഫസ്റ്റ് കൊടുക്കണ്ടേ കുടുംബത്തിൽ. അവർക്ക് തന്നെ കൊടുക്കണമെന്നല്ല, നാട്ടുകാർ പട്ടിണിയാവും. എന്നാലും മുന്തിക്കേണ്ടത് അവരെ. കാരണം എന്തേ? അവർക്ക് കൊടുത്ത 2 കൂലിയുണ്ട്. നാട്ടുകാർക്ക് 1 കിറ്റ് കൊടുത്തെങ്കിൽ 1 കിറ്റിന്റെ കൂലിയാണ് നിനക്ക്. അതേസമയത്ത് കുടുംബത്തിൽപ്പെട്ടവൻ 1 കിറ്റ് കൊടുത്താൽ 2 കിറ്റ് കൊടുത്ത കൂലിയുണ്ട്. 1 കിറ്റ് കൊടുത്ത കൂലി, സദക്കാന്റെ കൂലി, പിന്നൊന്ന് കുടുംബബന്ധം ചേർത്തു എന്ന കൂലി. നാട്ടുകാർക്ക് കൊടുത്തെങ്കിൽ മോശമില്ല, നാട്ടുകാരെ മംഗളത്തിൽ വിളിച്ചെങ്കിൽ മോശമില്ല, നാട്ടുകാരെ വിളിച്ചിട്ട് ബഫെ സിസ്റ്റമാക്കിയെങ്കിൽ മോശമില്ല, കുടുംബക്കാരെ വിളിക്കാൻ അല്ലേ? ഇയാൾ ആജി ഡബിൾ ആജിയാ ത്രിബിൾ ആജിയാ എന്തോ ഇയാൾ അജിന് പോകുന്നാലോ. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ വലിയ മംഗലം ചെല്ലെങ്കിൽ ബടാ മംഗലം, ഡിജിറ്റൽ മംഗലല്ല, ഇത് മൗലൂദ്. അജിന് പോകുന്ന ആളെ ഹജ്ജിന് പോകുന്ന ആളെ മൗലൂദ്, ഭയങ്കര മൗലൂദ്. എല്ലാ നാട്ടിലെ പരിസരത്ത് ഹജ്ജിമാരുണ്ട്, തങ്ങന്മാരുണ്ട്, എല്ലാരും ഉണ്ട്, കാലിമാരുണ്ട്, ആജിമാരുണ്ട്, എല്ലാരും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ തേച്ചുണ്ട്, നാട്ടുകാർ ഫുള്ളുണ്ട്. എന്തേ? ഇയാൾ ഉംറക്ക് പോകുന്ന ഹജ്ജിന്
തോന്നുന്നു ഇയാൾ വിളിക്കാത്ത മനുഷ്യന്മാരില്ല. ഇയാൾ വിളിച്ചിട്ട് പേടിച്ചിട്ട് രാഷ്ട്രീയ ചെല്ലാൻ പറഞ്ഞ നീ കണ്ടോരില്ല, നീ എന്നെ ചെല്ലിയേറും വിട്ടുണ്ടാ, ആരെയും വിട്ടുണ്ടാ. ആയി നല്ല കാര്യം തന്നെ, നല്ല കാര്യം തന്നെ. പോകുമ്പോൾ മോല് തോതിക്കുന്നത് നല്ല കാര്യം, നാട്ടുകാരെല്ലാം വിളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം. ഇനി നിങ്ങൾക്ക് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ളവരെ ഏൽപ്പിക്കുന്നതും നല്ല കാര്യം. ശരി ശരി, ഇങ്ങനെല്ലാക്കി വിളിപ്പിച്ച ഈ മനുഷ്യന്റെ മൗലിദ് പടമൗലിദ് റഹ്മാനെ 11:30 മണിക്ക് തുടങ്ങിയ തീറ്റില്ലേ 4:40 ഇടീ ജില്ലക്കാരും വന്നില്ല. ആ വന്ന കൂട്ടത്തിൽ ഇളാവില്ല. ഓന് 3 ഇളാവുണ്ട്, 2 മൂത്തുണ്ട്. അതിൽ 2 മൂത്തമാറും ഉണ്ട്, മൂത്തമ്മമാരുണ്ട്, മക്കളും ഉണ്ട്, 2 ഇളാബയും ഉണ്ട്, 1 ഇളാവില്ല. എളാബന്റെ വിഷയം ചെല്ലുമ്പോൾ ഒരാൾ പോകുന്നതാണ്. ഇത് കേക്കി നിങ്ങൾ എന്നെ കേക്കി, 1 ഇളാവില്ല. ഈനെന്താ ആൾക്കാർ നോട്ടാക്കി, നോട്ടാവുമല്ലോ. കാരണം അയാൾ എല്ലായിടത്തും ഉള്ള മനുഷ്യനാണ്. എല്ലാ നല്ല ഇടങ്ങളിലും അയാളാവുണ്ട്, എല്ലാ സ്ഥലത്തും അയാളുണ്ടാന്ന്. പള്ളിയിലുണ്ട്, പറമ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. മരിച്ചെടുത്തുണ്ട്, മംഗലത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സ്വന്തം ഈ ചങ്ങായി എളാവ മോനല്ലേ, എളാവാന്റെ മോനല്ലേ. ഇയാളാരിപ്പോ എളാവാക്ക്? നിങ്ങന്റെ മുണ്ടുന്നില്ല, നിങ്ങന്റെ ഈ ഊതിയ പുക പോലെ ദമ്മു പിടിച്ചിരുന്നേ. നിങ്ങൾ എന്റെ കൂടെ ചെല്ലി വായി വളർന്നിരിക്കുന്ന ഇത് പാട്ടല്ല. എളാബാക്കി ഇയാളാരിയെന്ന് ആ മോന്, നിങ്ങൾ എന്റെ കൂടെ പോകണം. നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാവാൻ കഴിയ പാട്ടായി നിങ്ങൾ സാരില്ല. ഇത് ദീനല്ലേ, ഇത് ഇൽമല്ലേ. അള്ളാഹു കബൂലാക്കി തരട്ടെ. എല്ലാവരും നോക്കിയത് ഇളാവാൻ, അയാളെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ എല്ലായിടത്തും അയാൾ മുന്നേ ഉണ്ടാന്ന് ബീച്ചില്ലെങ്കിൽ ബീച്ചറി ബിരിയാണി ഇടട്ടാ, ഇനി ഐസ്ക്രീം വേണ. ഇയാളെ കാണുന്നില്ല. കാണാണ്ടാകുമ്പോ ഒരു നല്ലൊരു മനുഷ്യൻ ഇയാൾ അസർക്ക് പള്ളിക്ക് വന്നപ്പോ കേട്ടു. ആരുവിന് പള്ളിക്ക് വന്നപ്പോ ആര് വന്നപ്പോ ഈ ആദ്മി ഉംറക്ക് പോകുന്ന ആള്, ഈ മനുഷ്യൻ, ഇയാള് മാരുവിന് പള്ളി കഥ കേട്ട് അയാള് കഷ്ട കേട്ട് എന്തെന്ന് ഞങ്ങളുടെ മോല് നല്ല റാഹത്താനല്ലേ. ആ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹ് കബൂലാക്കട്ടെ. നിങ്ങളെ യാത്ര അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, മംഗളമാക്കട്ടെ എല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇയാൾ കേട്ട് എല്ലാവരും ഉണ്ടായോ, ഇടീ മനുഷ്യന്മാരും ഇടീ നാട്ടുകാർ എല്ലാവരും ഉണ്ടായി. എന്നുപോലെ നിങ്ങളെ ചെറിയ ആളാ അയാൾ ഇക്ബാള, അയാൾ വന്നിട്ടല്ലേ. ഇക്ബാളല്ല, മസലൻ ഫോർ എക്സാമ്പിൾ, ഉദാഹരണം തക്ദീറൻ, അയാൾ വന്നിട്ടില്ലല്ലേ. അപ്പൊ ഇയാൾ ചെല്ലാൻ പറഞ്ഞ ആര് ഈ ഉംറക്ക് പോകുന്ന പടമൂല് നടത്തി ഇയാൾ ചെല്ലാൻ പറഞ്ഞ ഇല്ല. അയാളെ ഞാൻ വിളിച്ചിട്ടാ, അയാൾ അവനെ വിളിച്ചിട്ടാ. ഞാൻ നേരില്ല. നിങ്ങൾ നേരാണ്ടേ, നിങ്ങൾ മൈസൂർക്ക് ടൂർ പോകുന്നല്ലേ, നിങ്ങൾ ഊട്ടിക്ക് ജാറം പോകുന്നല്ലേ, നിങ്ങൾ ഉംറക്ക് പോകുന്നല്ലേ, നിങ്ങൾ നേരാണ്ടേ. ഓയെന്നെ എടുപ്പാലെടുത്തിട്ട് അതെല്ലാം മറക്കണ്ടേ, അതെല്ലാം പൊറുക്കണ്ടേ. നോക്കുമ്പോ ഇയാൾ ജില്ലെന്ന് പറഞ്ഞ അള്ള പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ ഓന് പൊറുക്കല. ചങ്ങായേ, നീ മൂസോടിയിൽ പോയിട്ട് ആ കടപ്പുറത്ത് കുളിച്ചിട്ട് വാ. നീ ഉംറക്ക് പോണ്ട, നീ ഹജ്ജിന് പോണ്ട. അള്ള പുറത്തെങ്കും ഓൻ പൊറുക്കാലോ. ആരിപ്പോ ബടാ അല്ല നിന്റെ പൊറ്റ ഈ കിബറിന്റെ പൊറ്റ ആർക്ക് വേണോ? നിന്റെ ഉംറ കിട്ടാണ്ട്, നിന്റെ ഹജ്ജ് കിട്ടാണ്ട്, നിന്റെ നിസ്കാരം കിട്ടാണ്ട്, എന്റെ അള്ളാഹ്ക്ക് പിന്നല്ലാന്റെ ബെറ്ററിലോ നീ ഭക്ഷണം കൊടുക്കാണ്ട് നാട്ടുകാർ പട്ടിണി കിടന്ന ഇതെന്തോ ടൂറാ. അപ്പൊ പോന്നെങ്കിൽ മര്യാദക്ക് പോണോ? എല്ലാവരെക്കാളും നിന്നെ ബന്ധം ചേർക്കേണ്ടത് കുടുംബക്കാരോട്. നീ എത്ര ഹജ്ജ് ചെയ്തവനായാലും, എത്ര ഉംറ ചെയ്തവനായാലും, കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ നിന്നെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. നീണ്ട ആയത്താണ്. കുടുംബബന്ധം ചേർക്കുന്നതിന്റെയും മുറിക്കുന്നതിന്റെയും ഫലങ്ങളും ദുഷ്ഫലങ്ങളും എല്ലാം വിശദീകരിച്ചിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, കുടുംബമെന്ന ആ സംഗതികളോട്, കുടുംബക്കാരാകുന്ന മനുഷ്യന്മാരോട്, അത് കെട്ടിയോള വർഗക്കാരാവട്ടെ, അത് ആര് തന്നെയാവട്ടെ, അവരോട് നീ അരിസപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, അവരോട് ബന്ധം മുറിച്ചവനാണെങ്കിൽ, ഉലൈക ലഅനഹുമുല്ലാഹ്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. കുടുംബം മുറിച്ചവര്, കുടുംബക്കാരോട് ആരിസത്തിൽ കഴിയുന്നവര്, അമ്മായി കേൾക്കണോ, മരുമോള് കേൾക്കണോ, എത്ര കാലമായി നിങ്ങ മിണ്ടാതെ, അളിയന്മാറ് കേൾക്കണോ, മച്ചുനമാറ് കേൾക്കണോ, എത്ര കാലമായി നിങ്ങ പരസ്പരം കാണാതെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. ഉലൈകൽ
കല്ലദീന ലഅനഹുമുല്ലാഹ്. ഇബ്ലീസിനെ ലഅനത്തിട്ടതുപോലെ അവർ ശപിക്കപ്പെട്ടവരാണ്, ലഅനത്തിടപ്പെട്ടവരാണ്. മാത്രമല്ല മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാ, വയഖതഊന മാ അമറല്ലാഹു ബി അയ്യൂസല. ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം, ഊഷ്മളമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, ഹൃദയസ്പർശിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, നല്ല നിലക്കാവണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബജീവിതം, അത് മുറിച്ചവരാണെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടവരാണെങ്കിൽ അതേ അല്ലാഹു പറയുകയാണ്, ഉലൈക ഹുമുൽ ഖാസിറൂൻ. അവര് പരാജിതരാണ്, അവർ വിജയിക്കില്ല, അവർ ഒരിക്കലും രക്ഷപ്പെടല. അവരായി അമൽ അല്ലാഹ്ക്ക് വേണ്ട. എന്തിനേറെ പറയണോ, കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ അവരുടെ ദുആക്ക് ഉത്തരമില്ല. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ചില ആൾക്കാർ വിചാരിച്ചാണ് ആരിലും മുണ്ടിലങ്ങ് സാരില്ല, ഇത്രക്കുള്ള നിസ്കാരത്തിന്റെ കാലം നെറ്റിലുണ്ടെങ്കിൽ മതിയെന്ന്. നെറ്റിലുള്ള കാലാവിന് നിസ്കരിക്കണമെന്നില്ല, 4 കുറി ഊർജ്ജം വരുന്നു. ശരിക്കൊന്ന് ഊർജ്ജെങ്കിലായി. നിസ്കാരത്തിന്റെ കലയല്ല പ്രധാനം, കലക്ക് വിലയുണ്ട്. ആ നിസ്കാരത്തിന്റെ ആ തഴമ്പിന്, ആ അടയാളത്തിന് അല്ലാണ്ടക്ക് വലിയ വിലയുണ്ട്. പക്ഷെ ഈ കപടന്റെ, ഈ ഫിത്തനക്കാരന്റെ, ഈ കുടുംബബന്ധം മുറിച്ചവന്റെ, ഈ ഏഷണിക്കാരന്റെ, ഈ ഫിത്തന ഫസാദ് പറഞ്ഞു നടക്കുന്നവരുടെ നിസ്കാര തഴമ്പിന് വിലയില്ല. അതിന്റെ നിസ്കാര തഴമ്പ് എന്തിനാ? നിസ്കാര തഴമ്പ് അതിന്റെ ആവശ്യമുണ്ട്. ചില ആൾക്കാർ അങ്ങനെ കുറെ ഹജ്ജ് ചെയ്യും, കുറെ ഉംറക്ക് പോകും, കുറെ നിസ്കരിക്കും, കുറെ ഖുർആനല്ലോ ഓതും. പക്ഷെ കുടുംബക്കാരുടെ നേരെ അത് ഈടനുണ്ട് 1, 2, 3 ആള്. നിങ്ങൾ എന്റെ വീട് നോക്കണ്ട, എനിക്കറിയോ അത്. കുടുംബം എന്നത് വലിയ കാര്യമാണ്, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ കുടുംബക്കാരോട് ചോദിച്ചിട്ട് അള്ളാഹിനെ ഇഷ്ടപ്പെടുത്താൻ നോക്കണ്ട, നടക്കാല. അവരോട് നല്ലൊരു വേണോ ഉസ്താദ്? അപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വരുന്നതിന്റെ അർത്ഥം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം ഇനി ഡെയിലി പോയിക്കൊണ്ട് വന്നുകൊണ്ട് വേണ്ട. അങ്ങനല്ല. കുടുംബബന്ധം ചേർക്കണമെന്ന് അവരോട് നല്ല ഇഷ്ടത്തിലും പുരുഷത്തിലും പോകണം. നീ ആവതുള്ളവനാണെങ്കിൽ അവരെ നല്ലോണം സഹായിക്കണം. പിന്നെ അവരോട് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യമെല്ലാം ഉണ്ട് വിളിച്ചെന്ന് കണ്ടെങ്കിൽ നീ നല്ല മനസ്സിൽ പോകണോ. നിന്റെ അടക്കം എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരെയും വിളിക്കണോ. നിനക്കാന്ന് പോകുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണോ. എല്ലാത്തിനക്കാരും അവരെ പുരുഷൻ വെക്കണോ. അവരെല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നീ പങ്കാളിയാവണോ. അവരോട് വലിയ പുരുഷപ്പാട് വേണോ. അവർക്ക് വേണ്ടി ദുആ. നീ അവരോട് അരസപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ദുആക്ക് പോലും ഉത്തരവില്ല. നീ ഖോജറാജാവായിട്ട് ഗുണമില്ല, നീ ആജിയല്ല തങ്ങളായിട്ടും ഗുണമില്ല. മഹാനായ അബൂ ഹുറൈറ മണി 11 ആയിക്കൊണ്ട് വന്ന്, സംഘാടകർ സൂചിപ്പിച്ച സമയമായിക്കൊണ്ട് വന്ന്. ഇൻഷാ അല്ലാഹ് ഒരു 10-20 മിനിറ്റുള്ള തുടങ്ങിയിട്ടായി. ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടായി. എത്ര പേര് നോക്കാലോ സമയമല്ലേ. അല്ലെങ്കിൽ എന്തുസ്ത ഇത്ര സ്പീഡും ചെല്ലിട്ട് ഇങ്ങനെ ഏങ്കർക്കേണ്ടിയതല്ല. നമ്മൾ ആയുസ് നന്ന ഷോർട്ടായി നടത്തം. ഞങ്ങൾ കബറിലേക്ക് പിന്നെ അടുത്തോണ്ട് പോയി. അള്ളാഹു ഞങ്ങൾ ഈമാന് സലാമത്താക്കട്ടെ. ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ എന്തോ അല്ല. പണ്ട് റമളാനിന്ന് അടുത്ത റമളാൻ ആവണമെങ്കിൽ 1 കൊല്ലം കതിയാണ് അല്ലേ. നിങ്ങൾ എന്തി ഫസ്റ്റ് കേൾക്കുന്ന പോലെ റമളാനിന്ന് റമളാനിലേക്ക് 1 കൊല്ലാണ്ടേ, 12 മാസാണ്ടേ. ഇപ്പൊ മുഞ്ഞാന്ന് റമളാനിൽ നോമ്പറക്കുമ്പോൾ തിന്ന സമൂസന്റെ മണ ഇപ്പോഴും കൂടി പോയിട്ടില്ല. നാളെ മറ്റന്ന റമളാൻ. ഇപ്പൊ 1 കൊല്ലാന്നാ 1 കൊല്ലാന്ന് ഹബീബ്. അത്ര സ്പീഡ് ഇനി നാളെ ക്ലിപ്പാക്കിയില്ല. 6 മാസത്തിലെ റമളാൻ ഇയാൾ ചെല്ലി 1 കൊല്ലാന്ന് ആന്നില്ല. ഭയങ്കര സ്പീഡ്. സമയങ്ങൾ ഭയങ്കര ദ്രുതഗതിയിലാണ്. അംബാനിന്റെ MB പോകുന്ന 4Gയിലാണെങ്കിൽ ഈ ലോകത്തിന്റെ സമയം ഞങ്ങൾ ആയുസ് പോകുന്നത് 8GB. ഭയങ്കര സ്പീഡിലാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹി ഹബീബുൽ വറാ റസൂലുള്ളാഹി അബൂ ഹുറൈറ തങ്ങൾ വഅദ് പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ആരുവാകട്ടെ, മഹാനർ ഇങ്ങനെ ക്ലാസ് നടത്തുന്നു, വയല് പറയുന്നു, ഖുർആൻ ക്ലാസ് എടുക്കുന്നു. വയലെല്ലാം കഴിഞ്ഞിട്ട്, ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങൾ പിരിയുന്ന നേരത്ത്, പരിപാടി അവസാനിക്കുന്ന നേരത്ത് മഹാനർ കൂടിയ ജനങ്ങളോട് പറഞ്ഞു, പ്ലീസ് ഒരു 5 മിനിറ്റ് ഇരിക്കണോ, ഒരു കുറച്ചു നേരം ഇരിക്കണോ, ഞങ്ങൾക്കൊന്ന് ദുആരക്കാം. മുബാറക്കായ മജ്ലിസാണ്, നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ള മജ്ലിസാണ്, നല്ലത് മാത്രം ഇത്തിരി നേരം കേട്ട മജ്ലിസാണ്.
മജ്ലിസാണ്, നല്ലത് മാത്രം കുറച്ചു നേരം ചിന്തിച്ച മജ്ലിസാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ദുആരക്കാലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും പറഞ്ഞിട്ട്, ആവശ്യങ്ങൾ മുറാദുകൾ പറഞ്ഞിട്ട്, വിഷമങ്ങൾ ബേജാറുകൾ പറഞ്ഞിട്ട്, ദുനിയാവും ആഖിറവും പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവോട് ദുആരക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇരിക്കണോ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, മഹാനർ പറയാണ് എല്ലാവരും ഇരിക്കണോ. പക്ഷേ ഒരു സംഗതിയുണ്ട്, കുടുംബക്കാരോട് അരിസപ്പെട്ടവരുണ്ടെങ്കിൽ, കുടുംബക്കാരോട് ദേഷ്യപ്പെട്ടവരുണ്ടെങ്കിൽ, കുടുംബ ബന്ധം മുറിച്ച ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ, ഫഖുറുജ് അന്നാ ഫഇന്നാ നുരീദു അൻ നദ്ഉവ റബ്ബനാ. കുടുംബ ബന്ധം മുറിച്ചോറുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട്, പുറത്തു പോണോ. അരിസപ്പെട്ടിട്ട് കഴിയുന്നവർ ആരെങ്കിലും വയലാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ കേട്ടത് കേട്ട് എന്നേതായാലും ദുആരക്കാൻ അവർ നിൽക്കണ്ട, ആമീൻ പറയാൻ നിൽക്കണ്ട, മേലായ റബ്ബിലേക്ക് കൈനീട്ടാ നിൽക്കണ്ട. ഫഖ്റുജ് അന്നാ, ഗെറ്റ് ഔട്ട്, നിങ്ങൾ പുറത്തു പോണോ. എല്ലാരും അല്ല കുടുംബ ബന്ധം മുറിച്ചോറ്. എന്തേ കാരണം? ഇന്നാ നുരീദു അൻ നദ്ഉവ റബ്ബനാ, ഞങ്ങൾ അല്ലാഹുവോട് ദുആരക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ, നിങ്ങൾ ആമീനിന് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ കുടുംബ ബന്ധം മുറിച്ചവർ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞേ? അബൂ ഹുറൈറ. ആരും പോയില്ല, എല്ലാവരും ആമീൻ പറഞ്ഞു, ദുആയിരുന്നു. എന്തേ പോഞ്ഞേ? ആരും കുടുംബക്കാരോട് ദേഷ്യപ്പെട്ടോറില്ല, കുടുംബബന്ധം മുറിച്ചോറില്ല. ഇൻ കേസ് ഒരു വേള ഞാനെങ്ങാനും ഇപ്പൊ പറയാൻ നിങ്ങൾ എന്തെന്ന്, ഏതായാലും തീരാനായി ഒരു 5 മിനിറ്റ് പ്ലീസ്, ആരും പോയിട്ടുണ്ട് ഇരിക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, കുടുംബക്കാരിൽ അരിസപ്പെട്ടവരുണ്ടെങ്കിൽ ബേം പോയിരിഞ്ചില്ലെങ്കിൽ എന്താ ഒറ്റ ഒരാൾ ബാക്കിയാ ഇവിടെ, ആരും നേരെയില്ല. ഉമ്മന്റെ നേരെ ബാപ്പല്ലോ വരെ, അളിയന്റെ നേരെ അമ്മായിന്റെ വരെ, അമ്മായി നേരെ മരുമോ വരെ. അമ്മായിനെ കണ്ടെങ്കിൽ മരുമോക്കാന്നില്ല, മരുമോക്കാണോ അമ്മായിക്കാന്നില്ല. ഇങ്ങനത്തെ എല്ലാം കോലാണ് ചേർത്തല്ലോ. പലയിടത്തും ഉണ്ട് അങ്ങനത്തെ അമ്മായിമാരുണ്ട്, കാക്കമാറുണ്ട്. മരുമോന്റെ നേരില്ലാത്ത, മരുമോളിൽ നേരില്ലാത്ത. പക്ഷെ അമ്മായിന്റെ അത്ര വാരായിട്ടില്ല. എന്തേ? ഇയാളെ തലച്ചൂടില്ല വാഞ്ഞുണ്ട്, ലോൺ അടക്കം ബാക്കിയുണ്ട്, ജല്ലി വരും ബാക്കിയുണ്ട്, നറുക്കിന്റെ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വോട്ട് വരും, അതിന്റെ പാച്ചൽ വായണോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മരുമോളിൽ വേണമെങ്കിൽ ടൈമുണ്ട്. ഇയാൾക്ക് പെണങ്ങണമെന്ന് ഇയാൾക്ക് മനസ്സിലുണ്ടാവും. പക്ഷെ അമ്മായി മരുമോളെ വെച്ച് നോക്കുമ്പോൾ ഏതുവരെ അറിഞ്ഞാൽ ഇതിൽ അമ്മായിമാർക്കും മരുമക്കും കണ്ടങ്ങാൻ. ഏതോ ഒരു പെണ്ണ് ചെല്ലിയല്ല പുതിയ അപ്പള തേടുമ്പോ ബാപ്പാൻ്റെ അല്ല ആങ്ങളുടെ മാറില്ല എന്തോ പെണ്ണിന് ആങ്ങളൊക്കെ പെങ്ങൾക്ക് പുതിയാപ്പിള നോക്കുമ്പോ പെണ്ണിന്റെ ആങ്ങളെയാ ബാപ്പ എന്താ കേട്ടല്ല എന്റെ മോളാ ഞാൻ ഇങ്ങോട്ട് പുതിയാപ്പിള തേടിക്കൊണ്ടല്ലോ ഉണ്ടോ, നീ റെഡിയല്ലേ, ഇൻഷാ അല്ലാഹ് ഉള്ളിൽ നല്ല തന്നെ നോക്കിറുമ്പോ അള്ളാഹു നല്ല തന്നെ എത്തിക്കട്ടെ, ഇൻഷാ അല്ലാഹ് നീ ഇതുവരെക്കാവോ എന്ന് ചെല്ലുമ്പോ ആമീൻ ചെല്ലുന്ന മുന്നേ ചെല്ലെന്തറിഞ്ഞ വാപ്പ നിങ്ങൾ ആരെ നോക്കിയാൽ മോശമില്ല, എന്നെ കെട്ടുന്നവന് ഉമ്മ മരിച്ചെങ്കിൽ നെല്ലുണ്ടായി, എന്നെ കെട്ടുന്നവന്റെ ഉമ്മ മരിച്ചിനെങ്കിൽ നെല്ലുണ്ടായി, എനക്ക് അമ്മ ഇരിക്കാൻ കഴിയാല. അങ്ങനെ ദ്വാരക്കുന്ന പെണ്ണുങ്ങളുണ്ട് മരുമക്കള്. അതേ സമയത്ത് എന്റെ മോവം മരിച്ചിട്ടാണെങ്കിൽ മോവും മോശമില്ല, മരുമോവ കരഞ്ഞോണ്ടേ ഇരിക്കണോ എന്ന് കാക്കുന്ന ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട്. മരുമോളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്ത് നല്ലതാക്കിയെങ്കിലും നല്ലത് പറയല്ല, എത്ര കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തും നല്ലത് അല്ല. ഇടീ പോര 18,000 സ്ക്വയറിന്റെ പോര, ഏകദേശം 3 തട്ടുമുണ്ട്, 12 ലിഫ്റ്റും ഉണ്ട്. ഇതിനെല്ലാം തോത്തിയിട്ടും അടിച്ചിട്ടും പിടിച്ചിട്ടും എല്ലാം പണിയെടുക്കുന്ന ഈ മരുമോവ. എന്നിട്ട് ഈ മക്ക കൊറ്റം ചെല്ലാനല്ലാണ്ട് ഒരു നല്ലത് എല്ലാം സപ്പോർട്ടാക്കിയാല. ഇതെന്ത് ഏണിന്റെ അടി ബാക്കിയതിന്, ഇതെന്ത് അമ്മിക്കല്ലിന്റെ അടിയിലോ ആരായിന്. മരുമോളും അങ്ങനെ ആരിലും മുണ്ടും ചിരിച്ചിട്ടും ഇളിച്ചിട്ടും അമ്മായിന്റെ കണി കണ്ടുമ്പോ ഭദ്രകാളിനെ പോലെ. ശരിക്കാൻ പറയുന്നതിൽ ഇതൊരു വാസ്തവാണ്. നാളെ ബറാത്തിന്റെ അന്ന് രാത്രി നിങ്ങൾക്ക് ഈ പോരിശയില്ല. ആദ്യം അവരോട് നേരാവണോ, അവരോട് പിരിശപ്പാട് കാട്ടണോ, അവരോട് നന്നാവണോ, പൊരുത്തപ്പെടിക്കണോ, എന്നിട്ട് മതി അള്ളാഹുവിലേക്ക് മടങ്ങാൻ. ഇത് അള്ളാഹ് പറഞ്ഞതാണ്, ഇത് എന്റെ ഡയലോഗല്ല. മനുഷ്യന്മാരോട് ആദ്യം നന്നാണ്, മനുഷ്യന്മാരോട് നന്നായി കണ്ടെങ്കിൽ അല്ല ഞങ്ങളോട് നന്ന്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അള്ളാഹ് നന്നാന്തല്ല, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അവന്റെ അടിമകളായ മനുഷ്യന്മാരോട് നന്നാന്ത. അത് വലിയ ഇഷ്ടമാണ് അള്ളാഹ്. നിങ്ങൾ നോക്കിയാല നിസ്കരിക്കാതെ ഒരു വേള കള്ളാക്കിയെങ്കിൽ തെറ്റാണ്, കള്ളാക്കുന്നത് തെറ്റല്ലേ.
അല്ലേന്ന് ആ ഇനി കള്ളാക്കി പോയി നിസ്കരിച്ചോ, എന്നാലും അല്ലാണ്ട് എന്താക്കണോ, ദ്വാരക്കണോ, പഠിച്ചോനെ കള്ളായിപ്പോയി ഉറങ്ങിയിട്ടാ, അല്ലെങ്കിൽ പാഞ്ഞ പാച്ചളുടെ ഗഡിപിടിയില്ല, അല്ല മറന്നിട്ടാ, അപ്പുറപ്പുറായിപ്പോയി അല്ല, ഞാൻ നിസ്കരിച്ച്, നീ പൊറുക്കണോ അല്ല ദ്വാരെന്നെങ്കിൽ അല്ല പൊറുക്കും, അല്ല പൊറുക്കും. അതേ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ എണ്ണീട്ടുണ്ടെങ്കിൽ, നീ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ പൊരുത്തപ്പെടാതെ പടച്ച റബ്ബേ നീ എനക്ക് പൊറുക്കല്ല എന്ന് കേട്ടെങ്കിൽ, നീ 1000 കൊല്ലം തപസ്സിരുന്ന് ദുആരുന്നാലും അല്ല പൊറുക്കല. ആദ്യം ഇവനോട് പൊരുത്തപ്പെടിക്കണോ, ആദ്യം മനുഷ്യനോട് പൊരുത്തപ്പെടിക്കണോ, അതെ ഇവനോടാണ് ആദ്യം പൊരുത്തപ്പെടിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. അല്ലാഹു ഞങ്ങളെ കുടുംബബന്ധം ഊഷ്മളമാക്കി തരട്ടെ. മരുമക്കൾ അമ്മായിമാർക്ക് കണ്ടങ്ങാന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇല്ലേ? അമ്മായിമാർ മരുമക്കള് ഒന്ന് നല്ല നിലക്ക് ഡ്രസ്സ് ഇടാൻ കഴിയാല, അപ്പൊ അമ്മായിക്ക് ചൊറിയുന്നു. മരുമോവ ഇങ്ങനെ വിരുന്നിനും മംഗളത്തിനും പോകാൻ കഴിയാ. ഇതെന്ത് എപ്പോഴും ചില മരുമക്ക് പിന്നെ പുറസത്തില്ല പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാലും പോകുമ്പോഴൊന്നും വേണ്ട, ഓൻ്റലി കെട്ടിയോൻ്റലി കുറച്ചു നേരം മുണ്ടാൻ കഴിയാ, ചിരിക്കാൻ കഴിയാ, ഒരു നല്ലൊരു ഫോണാക്കിയിട്ട് കുറച്ചു നേരം വിഷയാക്കുമ്പോൾ ഈ അമ്മായിക്കിടെ കത്തുന്നു അവൻ്റെ ഉമ്മാക്ക്. ഇതെന്ത് എപ്പോഴും ഉണ്ടെന്നു, ഇതെന്ത് എപ്പോഴും ചിരിക്കുന്നു, ഇങ്ങോട്ട് തളക്കുന്നു മനസ്സിനുള്ളിൽ ഒരു ഞങ്ങൾ എന്തൊക്കെ നാക്കി റോന്തിപ്പോ. ഏതോ ഒരു പുതിയാപ്പിള എന്തോ ദുബൈന്ന് വന്നാലും ഇപ്പം അടുത്ത് ഓൻ ചൂട് പുതിയാപ്പിള, ഓൻ മങ്ങാലായിട്ട് 3-6 എന്തോ ഉണ്ടായത്. ഓൻ നേരെ പോയി തന്നെ ദുബൈക്ക്, പിന്നെ വിസ തീരുന്നിട്ട് ഞാൻ പാഞ്ഞു. അങ്ങനെ പാഞ്ഞിട്ട് ഉസ്താദ് ഓൻ വന്നു ദുബൈന്ന്, ഒരു കൊല്ലം 1.5 കൊല്ലം എന്ത് പണിയെടുത്തിട്ട് വന്നിട്ട് പിന്നെ ഫസ്റ്റത്തെ പുതിയാപ്പിളല്ലേ, ഫ്രഷ് അല്ലേ, ചൂട് പുതിയാപ്പിളല്ലേ. മാത്രമല്ല ഓളും അങ്ങനല്ലേ ഓനും അങ്ങനല്ലേ. അപ്പൊ ഒരു പിരിച്ചപ്പാടും കളിയും ചിരിയും വിഷയം എല്ലാം കുറച്ച് കൂടും. കുറച്ച് കയ്യുമ്പെല്ലാം ഒരു കൺട്രോളാണെല്ലോ, കിടാക്ക് കുഞ്ഞെല്ലായിട്ടാകുമ്പോ. എന്റെ നിങ്ങൾ മംഗലം ആയിട്ടില്ല, നിങ്ങൾ സുറു കേൾക്കും പോലെ. പിന്നെ നിങ്ങൾ വീട് കാണുമ്പോ ഫസ്റ്റ് കേൾക്കും പോലെ ആണല്ലോ. അങ്ങനെ ഈ അമ്മ എന്തൊക്കെ അറിഞ്ഞ അമ്മയുണ്ട് വരില്ലേ ഒന്നുപ്പ. അങ്ങനെ ഈ ഓളും ഓനും അല്ലാ ഈ ചങ്ങായി വന്നിട്ട് ഓന്റെ ബാഗും കമ്പ്യൂട്ടറും ലാപ്പും ഷൂവും പാൻറ്റും എല്ലാം അവിടെ വെച്ച് പിടിച്ചിട്ട് പിന്നെ ഓളിൽ തന്നെ വിഷയം. ഉമ്മാൻ്റെലും ഉണ്ടെന്ന്, ഉമ്മാൻ്റെലും വലിയ ഇഷ്ടം. ഞാൻ പറയാം, അതിന്റെ പിന്നെ പോയി മതി. ആവലെ പോയിട്ട് അതിനെ ഉറങ്ങണിച്ചിട്ട് കൂർക്കം വലിക്കുന്നത് നീ അല്ല കഥ. ബക്കറ്റെല്ലാം കൊടുത്തിട്ടായിട്ട് പിന്നാണ് കേട്ടലാസ് തരുന്നത്. ബക്കറ്റ് അയച്ചിരിക്കുന്നു, ഇത് ഉറങ്ങണിച്ചിട്ട് കൂർക്കം വലിക്കണ്ടേ. ഏതോ ആട്ട് ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു സംഭാവന അല്ലാഹു തആല തന്നത് അള്ളാഹ്ക്ക് വേണ്ടി ആ ബക്കറ്റിൽ ഇടുക, നല്ല ഉദ്ദേശം കരുതിയിട്ടിടുക. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ഈ അമ്മായില്ലേ ഈ പുതിയാപ്പിള വന്നിട്ട് നേരെ ഉമ്മാൻ്റെ മുണ്ടി ഉമ്മാൻ്റെ വിഷയമാക്കി പിന്നെ നേരെ ഓളത്തേക്ക് തന്നെ പോയി. അങ്ങനെ ഓളിൽ ഭയങ്കര കുസാളാക്കുന്നു, വിഷയാക്കുന്നു. പിന്നെ ഓയിലെല്ലാം പോന്നു, അവളെ പയ്യൻ തന്നെ പോകുന്നുണ്ട്. അടുക്കളയിൽ പോയിട്ട് ആ ചായ വെക്കുമ്പോൾ ഓനും പയ്യെന്ന് പോന്നു, അവളിലും ഉണ്ടെന്ന് വിഷയാക്കുന്നു. അവ ചായപ്പൊടി ഇടുമ്പോൾ പഞ്ചസാര ഇടുന്നു, അവൻ ഉള്ളി മുറിക്കുമ്പോൾ കേവേജ് മുറിക്കുന്നു, അവൻ കത്തി എടുക്കുമ്പോൾ കത്തിരി എടുക്കുന്നു. എല്ലാം ഒന്നിച്ചിട്ട് ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഭയങ്കര അനങ്ങനെയില്ല. ഈനെ കണ്ടിട്ട് ഉമ്മൊക്കെ തുടക്കുന്നു. ആയിരിക്കും ഈ മരുമോളെ കളി മരുമോൻ്റെ ഉമ്മയാണല്ലോ. ഉമ്മ എന്താക്കി അറിഞ്ഞാൽ എന്ത് മുണ്ടും കൊത്തില്ല, മുണ്ടുമ്പക്ക് മോന് പിടിക്കാല്ല. ഇനി എന്താക്കുന്നത് ഇത് ഇങ്ങനെ ഫസ്റ്റ് എന്തിത് ലോകത്താര് പെണ്ണ് കെട്ടാത്ത പോലെ. ഞാനും നിന്റെ വാപ്പൻ്റെ ഓളല്ലേ എന്നാലും ചെല്ലണമെന്നുണ്ടു. പക്ഷെ മോന് ബേജാറായെങ്കിൽ അറിഞ്ഞിട്ട് ഉമ്മ എന്താക്കി അറിഞ്ഞ കസാര എടുത്തിട്ട് നേരെ സിറ്റ് ഔട്ടിൽ പോയിട്ട് കാണേ വേണ്ട, ചായപ്പൊടി ഇടുന്നത് കാണണ്ട, ഉള്ളു മുറിക്കുന്നത് കാണണ്ട, എന്ത് വേണം കേട്ടോ ഷാഹിന്റെ മലാമത്ത് എന്ന് പറഞ്ഞിട്ട് കസാര എടുത്തിട്ട് ഒരു സിറ്റ് ഔട്ട് പോയിരുന്നോലോ. ആടെ പോയിട്ട് ഇരുന്നില്ല അവില്ലേ ഒരു പെടക്കോയിനെ പൂവൻ കോയി ഇങ്ങനെ വായിച്ചോണ്ട് പോ നിങ്ങളെ തൊട്ടോണ്ട് വരച്ചിക്കൊണ്ട്. അപ്പൊ ഈ ഉമ്മാമ്മ ഈ പൂവൻ കോയില് കേൾക്കുന്നത് നീ എന്തു പോയി വന്നേ, നീ ഇങ്ങനെ എന്തേന്ന് ചൂടാ, നീ എന്തോ എന്റെ മോം അവിടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, നീ എന്തു പോയി തന്നെ വന്നേ. ഞാൻ ശരിക്കാൻ പറയുന്നതല്ല, അങ്ങനെയല്ല. മരുമക്കൾ എന്ന് പറയുമ്പോ അത് മക്കളാണ്, അമ്മായി എന്ന് പറയുമ്പോ അത് ഉമ്മയാണ്. കെട്ടിയോന്റെ ഉമ്മ, നിന്റെ സ്നേഹനിധിയായ ഭർത്താവിന്റെ ഉമ്മ, നിനക്ക് എല്ലാ മക്കളെ തന്ന പിരിശപ്പെട്ട മാപ്പിളന്റെ ഉമ്മ, അത് വേറാരുമല്ല പെണ്ണ്. ആ ഉമ്മയോട് നല്ല അദബ് വേണം, നല്ല ബഹുമാനം വേണം, നല്ല ആദരവ് വേണം, നല്ല നിലക്കവരെ പരിപാലിക്കണോ. അത് അന്യ ഉമ്മയല്ല, അത്
നിന്റെ പിരിശപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയാണ്. നിനക്ക് പിരിശമുള്ളത് കൊണ്ടാണ് നീ അമ്മായിനെ വെറുക്കുന്നത് എങ്കിൽ ആദ്യം വെറുക്കേണ്ടത് നിന്റെ മാപ്പിളയെ. എന്തുകൊണ്ട്? ആ അമ്മായിയാണ് ഈ മോനെ നിനക്ക് തന്നത്. ഈ സ്നേഹസമ്പന്നനായ ഭർത്താവിന്, സ്നേഹമുള്ള ഭർത്താവിന് പിരിശപ്പെട്ട ഈ മാപ്പിളയെ നിനക്കല്ല തന്നത് ആ ഉമ്മ പെറ്റത് കൊണ്ടാണ്. അതുകൊണ്ട് ആ അമ്മായിയോട് നല്ല പിരിശപ്പാട് വേണോ, നല്ല സ്നേഹം വേണോ. ഉമ്മയോട് ബാപ്പയോട്, കെട്ടിയോളോട് കുട്ടിയോളോട് നല്ല ആദരവ് വേണോ. ഉമ്മ എന്ന് പറയുമ്പോ അല്ലുമ്മോ ജന്നത്തുക, ഉമ്മ നിന്റെ സ്വർഗമാണ്. ഖാല റസൂലുള്ളാഹ്, നിന്റെ സ്വർഗം തീർമാനിക്കുന്നത് നിന്റെ നിസ്കാരമല്ല, നിന്റെ ഓത്തും ബൈത്തല്ല, നിന്റെ ഉമ്മയാണ്. ജന്മം നൽകിയ ഉമ്മ പ്രാണവേദനക്ക് സമാനമായ വേദന സഹിച്ച് നിന്നെ ഈ ഭൂമിയിലേക്ക് പെറ്റവളാണ്, പ്രസവിച്ചവളാണ് നിന്റെ ഉമ്മ. ആ ഉമ്മാക്ക് പകരം ലോകത്ത് വേറൊരു ഉമ്മയില്ല. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയാവില്ല. അതുകൊണ്ട് ആ ഉമ്മയോട് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. അങ്ങകലെ ഷാമിൽ നിന്ന്, യമനിൽ നിന്ന് ഒരു സഹോദരൻ തന്റെ ഉമ്മയെ പിന്നെ മുതുകത്ത് ചുമന്നിട്ട് ഇങ്ങനെ കുഞ്ചിയിൽ വെച്ചിട്ടാണ് ഒരു സഹോദരൻ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഒരു സഹോദരൻ ഉമ്മാനെ പുറത്തിട്ടാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നത്, സഅയ് ചെയ്യുന്നത്. ഉമ്മ കുഞ്ചിയിലുണ്ട്, ഉമ്മാക്ക് വയ്യ, ക്ഷീണമുണ്ട്, പ്രായമേറെയുണ്ട്. ആ ഉമ്മാനിങ്ങനെ മുതുകത്ത് വെച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ക്ഷീണിച്ച മകൻ ഉമ്മാനൊരു സൈഡിൽ ഇരുത്തുകയാണ്. എന്നിട്ട് നേരെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് തങ്ങളെ കാണാൻ ചെന്നു. ഉമർ ഖത്താബ് തങ്ങളെ കാണാൻ ചെന്നു. എന്നിട്ട് തങ്ങളോട് ചോദിച്ചു അത്രേ, അല്ല തങ്ങള്, ഇതെന്റെ ഉമ്മയാണ്. അങ്ങകലെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഈ കഅബയുടെ ചാരത്ത് വരെ ഞാൻ എൻ്റെ ഉമ്മാനെ പുറത്തു കൊണ്ടുവന്നവനാണ്. മാത്രമല്ല ചുമന്നിട്ട് തന്നെയാണ് തവാഫും മറ്റു കർമ്മങ്ങളുമെല്ലാം. എങ്കിൽ തങ്ങള് ചോദിക്കട്ടെ, എൻ്റെ ഉമ്മയോടുള്ള കടമ, എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ തീർത്തവനായോ? എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീടിയോ? ആ സമയത്താണ് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, സമാന സംഭവം നബി തങ്ങളെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, പൊന്നുമോനെ, ഉമ്മയോടുള്ള കടപ്പാട് കടമ തീർക്കുന്നത് പോട്ട്, നിന്റെ ഉമ്മ നിന്നെ പെറ്റതിന്റെ ശേഷം ഒരു വട്ടം പുറത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് നിന്നെ ഉമ്മറപ്പടി കടത്തിയതിന്റെ കടമ പോലും വീട്ടിയിട്ടില്ല. നിന്റെ ഉമ്മ ഒരു വട്ടം നിന്നെ പുറത്തിട്ട് ഉമ്മറപ്പടി കടന്നതിന് പോലും പകരമായിട്ടില്ല. അത് ഉമ്മയാണ്. അല്ലാഹു തആല ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പമാർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുരുത്തവും പൊരുത്തവും ദുആയും അല്ലാഹു നമുക്ക് ധാരാളം നൽകട്ടെ. മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈന. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ പൊരുത്തം ഉമ്മ ബാപ്പാന്റെ പൊരുത്തത്തിലാണ്. ഉമ്മ ബാപ്പ പൊരുത്തത്തിലാണോ നിന്നെ സംബന്ധിച്ച്? എങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തം നിനക്കുണ്ട്. ഉമ്മ ബാപ്പ നിന്നോട് ദേഷ്യത്തിലാണോ? എങ്കിൽ അല്ലാഹുവിന്റെ ശാപവും നിനക്കുണ്ട്. ഒന്ന് കേട്ടോ, അല്ലാഹുവിന്റെ വലിയാണെങ്കിൽ പോലും, അല്ലാഹുവിന്റെ വലിയാണെങ്കിൽ പോലും അല്ലാഹു തആല ചെയ്തു പോയ തെറ്റിന് ഭൂമിയിൽ ശിക്ഷിക്കുന്നുവെങ്കിൽ അത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് അൽ ബഗ്യോ ഉഖൂഖുൽ വാലിദൈൻ. ഏത് തെറ്റിനും അല്ലാഹു ശിക്ഷിക്കുക മിക്കവാറും പരലോകത്താണ്. അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരട്ടെ. ചിലപ്പോൾ അല്ലാഹു ദുനിയാവിലും ശിക്ഷിക്കും.
നിസ്കരിക്കാത്തതാണെങ്കിലും കള്ളു കുടിച്ചതാണെങ്കിലും മറ്റുള്ളവൻ്റെ തേങ്ങ കെട്ടതാണെങ്കിലും റമദാൻ മാസം വന്നിട്ട് ഉച്ചക്ക് പോയിട്ട് ഹോട്ടലിൽ ചായ കുടിച്ചതാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും അതിനുള്ള ശിക്ഷ മിക്കവാറും അള്ളാഹു ആഖിറത്തിലായിരിക്കും തരിക. ദുനിയാവിൽ എന്നെ തന്നോളന്നില്ല, ഒരു വേള തരും. ഏതായാലും പണ്ടത്തെ ജനതക്ക് അള്ളാഹു ദുനിയാവിൽ എന്നെ കൊടുത്ത പോലെ ഈ ഉമ്മത്തിന് ഏതായാലും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ മനുഷ്യന്മാരും കുറെ കുരങ്ങന്മാരും ഉണ്ടാക്കിയേ. എന്തേ അങ്ങനെ ആവാത്ത? അത് അല്ല കാത്തതാണ്. കൊടുക്കലാന്ന് ദുനിയാവിൽ അല്ല കൊടുക്കലാന്നല്ല പറഞ്ഞിന്. നിങ്ങൾ നോക്കൂ, പണ്ടൊരു ജനത, പണ്ടൊരു സമുദായം, അവർ നിസ്കരിക്കാത്തതിന്റെ പേരില്, നിസ്കരിക്കാത്തതല്ല നമ്മൾ ചെറുക്കന്മാരെ പോലെ, ഞങ്ങളെ പെണ്ണുങ്ങളെ പോലെ, ഞങ്ങളെ ആണുങ്ങളെ പോലെ, വേണ്ട ഞങ്ങളെ പോലെ നിസ്കാരം കളാക്കിയതല്ല, നിസ്കരിക്കാത്തതല്ല. അവർ സമയം ഒന്ന് സെറ്റാക്കി, അല്ല പറഞ്ഞ സമയത്തെ ഒന്ന് അപ്പുറപ്പുറാക്കി. അവരെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അവരെ ജോലി ബിസിനസ്സിന് വേണ്ടിയിട്ട്, അവർക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ സമയം ഒന്ന് ക്രമീകരിച്ചു, അപ്പുറപ്പുറാക്കി. അല്ലാഹു തആല എന്താക്കിയ മനുഷ്യന്മാരെ അവരിലുള്ള വയസ്സന്മാരെ അള്ളാഹു പന്നികളാക്കി, അവരിലുള്ള ബാല്യക്കാർത്തികളെ അള്ളാഹു കുരങ്ങന്മാരാക്കി. പണ്ട് നിസ്കരിക്കാഞ്ഞിട്ടല്ല, നിസ്കാരത്തിന്റെ സമയം ജസ്റ്റ് അപ്പുറപ്പുറം അഡ്ജസ്റ്റ്മെന്റ് ആക്കിയതിന് വേണ്ടിയിട്ട്, അല്ല പറഞ്ഞതിനെ തെറ്റിച്ചിട്ട് നിസ്കരിച്ചതിന് വേണ്ടിയിട്ട്. ഇന്ന് ഞമ്മ തെറ്റിച്ച് നിസ്കരിക്കുന്നു. കഴിഞ്ഞ റമദാനിൽ പെരുന്നാളിന്റെ അന്ന് രാത്രി പിന്നെ തറാവീഹ് നിസ്കരിച്ച് പോയോ, ഇനി ഇൻഷാ അല്ലാഹ് നാളെ വരും. ഒരാണ്ടായി നിസ്കരിക്കാതെ. എന്നിട്ട് എന്താ ഈ കുരങ്ങന്റെ മോഡലൈനോ? ഓന്റെ ഗ്ലാമർ കണ്ടെങ്കിൽ അമിതാഭ് ബച്ചന്റെ സ്റ്റൈല്, സൽമാൻ ഖാന്റെ ലുക്ക്, എടോ ഓൻ അല്ല മന്ദിയാക്കിയ ഇല്ല. എന്റെ ഈ ഉമ്മത്തിന് അല്ലാഹു ദുനിയാവിൽ അങ്ങനെ ശിക്ഷിക്കില്ല. പക്ഷേ ദുനിയാവിൽ അല്ലാഹു തീർച്ചയായിട്ടും ശിക്ഷിക്കുന്ന രണ്ട് തെറ്റുണ്ട്. ഒന്നേതറിയുമോ? അക്രമം. ഒരാളെ മനസ്സ് വേദനിപ്പിച്ചാൽ, ഒരാളെ കണ്ണീറുറ്റാൻ നീ കാരണമായാൽ, ഒരാളെ നീ ആക്രമിച്ചു പോയാൽ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യന് നീ ആക്രമിച്ചു പോയാൽ, അക്രമം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന്റെ തരിമുക്ക് പൊട്ടിക്കുന്നതല്ല. നിന്നെ നല്ല നിലക്കം സഹായിച്ച, നിന്നെ കേട്ടപ്പോ എന്നെ സഹായിച്ച, എടുത്തിട്ട് തന്നു. എന്തോ അർജന്റിന് വേണ്ടി ഒരു ഗ്യാസിന്റെ അണ്ട നിറക്കേണ്ട പൈസ കീശലുണ്ടായിന് 910 റുപ്യ. നീ കേട്ടും ചെല്ലിട്ട് ഒരു ഉപകാരമായിട്ട് നിനക്ക് എടുത്തിട്ട് തന്ന, നീ വല്ലാഹി അല്ലാണല്ലോ ഇട്ടെ. പ്ലീസ് ആ കിടാക്കളൊന്ന് ബാക്കാക്കണോ? അല്ലെ ഇനി മുണ്ടിയാ പോണ്ടി വരും. കിടാക്ക് വേണം, ബാക്കാക്കണ്ട. കാരണം അത് വർക്കത്തുള്ളവരാണ്, ഇജാബത്തുള്ളവരാണ്. അള്ളാഹു മക്കളെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. അള്ളാഹു അവരെ കൊണ്ട് ഞങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു ധാരാളം നൽകട്ടെ. കിടാക്ക് വേണം മജ്ലിസിൽ. പക്ഷേ ചില കിടാക്ക് നല്ലോണം ഉസ്വാസാക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ബേജാറാണ് അത്ര. അല്ലാണ്ട് ഞങ്ങൾക്ക് പിരിസം കുറഞ്ഞിട്ടൊന്നും അല്ല. ഇയാളെന്താ കിടാക്കളെ കാണും ഇങ്ങനാക്കും, നിങ്ങളെ കാട്ടി ആറ് പിരിച്ചാണ് കൊണ്ട്. ചില കിടാക്ക നല്ലോണം ഒസ്വാസാക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബാണ്. എനക്കെന്നല്ല, അത് വയൽ കേൾക്കുന്ന വലിയവർക്കും അങ്ങനെ. ഓറിങ്ങനെ പായുമ്പോ, ഓറിങ്ങനെ ചിരിക്കുമ്പോ, ഓറിങ്ങനെ തുള്ളുമ്പോ, ഓറിങ്ങനെ ചെറുമുറി ബിസിനസ് ആക്കുന്ന കൂറ്റും കോജാക്കുമ്പോ വയൽ കേൾക്കാനിരിക്കുന്ന ഉമ്മാക്ക് അതൊരു ഡിസ്റ്റർബാണ്. ആമീൻ ചെല്ലാനിരിക്കുന്ന വലിയവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വയലും കേൾക്കുന്നില്ല, ആമീൻ ചെല്ലാനും കഴിയുന്നില്ല. അതുകൂടാതെ അത് നാളെ ഞങ്ങളെ കിടാവിന് ആപത്തുമാണ്. എന്റെ ചില പ്രായമുള്ളവർ ഈ കിടാക്കളെ വികൃതി കൂടുമ്പോ എന്തെങ്കിലും ഞൊടിയും. നിങ്ങൾ എന്ത് ചെയ്യുന്നതിന്? അങ്ങനല്ലേ? എന്ത് മലാമത്ത് പിടിച്ച കിടാവ് ഷാവിന്റെ ആര് കിടാവ് ഇങ്ങനെ ആക്കി നാണ്ടെങ്കിൽ അത് മതി. പിന്നെ ആ കിടാവ് ഇരുന്നോടെ ബാക്കിയാവും. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയിപ്പിക്കാനും പാടില്ല. ജാഗ്രത. നീ മെല്ലൻ ചിബിയാക്കിരുന്നു, നീ അരുത്തിരുന്നിട്ടാകുമ്പോഴാണ് ആ ചെറിയ കിടാങ്ങനാക്കുന്നത്. അവർ വേണോ മജ്ലിസിൽ വേണോ? അള്ളാഹു അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ അവരെ പരന്ന് വരുമ്പോ തന്നെ വലിയോർ കുറച്ച് കൺട്രോൾ ആക്കണം. എനക്ക് പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ഒരു വസ്വാസും യാറ് നിങ്ങനെ ബേജാറാക്കിയിരുണ്ട. നിങ്ങൾക്ക് ബേജാറെങ്കിൽ പൊരുത്തപ്പെട്ടേ. എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു വിശ്വാസം. എന്താ അവർക്ക് ബുദ്ധിമുട്ടാക്കുമ്പോൾ അവർക്ക് കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ ഓലെടുക്കുമ്പോൾ അല്ലാണ്ട് തോപ്പിക്കൊണ്ട് വിശ്വാസം ഒന്നുമില്ല. ഇങ്ങനത്തെ ജാഗല് ഇത് ഇപ്പം തുടങ്ങിയത് എന്തെന്നറിയാല. നിങ്ങൾ വരക്കി വിശ്വാസം എന്നത് ഈമാനൊന്നും അല്ല, അത് ശൈത്താനിയത്താണ്. അള്ളാഹു ശിഫാക്കി തരട്ടെ. അങ്ങനത്തെ ഒരു തോന്നല്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തോ എനക്ക് അങ്ങനത്തെ ഒരു തോന്നല്, അത്രന്നെ. അതൊരു വിശ്വാസം. അത് പിടി. ചില മനുഷ്യന്മാർക്ക് അങ്ങനല്ലേ, ആ റബ്ബെ നിസ്കരിക്കാനും ഉള്ളെടുക്കാനെല്ലാം പോയെങ്കിൽ ഉള്ളിനെ അടിമകൾ മറിച്ചോണ്ടുള്ളൂ. ഉള്ളു വന്ന ഫർലിനെ
ചില നിസ്കാരക്കാരെ കാണുന്നില്ലേ, ഉസല്ലി ഫർള സ്വലാ, ഉസല്ലി ഉസല്ലി, ഓ ഇശ ഇശ വാക്കുന്ന കോലം കണ്ടെങ്കിൽ അള്ളാനെ വലിച്ചിട്ട് അത് കിടന്നോ. ഹലോ സാർ, ശരിക്കാൻ പറയുന്നതല്ല. അങ്ങനത്തെ കുറെ ആളുണ്ട് ഇവിടെ. അവന്റെ അടുത്ത് നിൽക്കുന്നവന്റെ നിസ്കാരം പെടക്കായി. ഈ ചങ്ങായിക്ക് വലല്ലാലും ശരിയാവുന്നില്ല, അത്തഹിയാത്ത് ശരിയാവുന്നില്ല, ആമീൻ ശരിയാവുന്നില്ല. മുഞ്ഞാന്ന് ഒരാള് എനിക്ക് കേട്ടതാ. ഞാൻ അയാളെ മുഖതാവിൽ വിളിച്ചിട്ട് ഓർമ്മപ്പെടുത്തി കൊടുത്തു, എല്ലാം കൊണ്ട് തെറ്റുന്നു, നിങ്ങൾ ശരിയാക്കാൻ പോയിട്ട് ജാഗ്രത. ഇത് കുളിപ്പിച്ചിട്ട് കിടാൻ എന്നെ കൊന്നിയല്ലോ പോലെ ഇയാൾ സ്ഥലം ശരിയാക്കി അവസാനം ടീ ആക്കി കളിക്കുമോ? അതൊരു വിശ്വാസമാണ്, ശരിയല്ല. വിശ്വാസം നല്ലോണം ജാഗ്രത ആക്കണോ, നല്ല യക്കീനിൽ നിൽക്കണോ, വൃത്തിയിൽ നിൽക്കണോ, മട്ടത്തിൽ നിൽക്കണോ, ഹുശൂഇനശാത്തിൽ നിൽക്കണോ. അല്ലാഹു അക്ബർ, കഴിഞ്ഞു, ഖലാസ്. കുറെ അവിടെ ഉൾട്ട വട്ടി മറിയാണ്ട് നീ ഇങ്ങനെ ഗോളടിക്കുമ്പോൾ അതൊന്നും ഈമാനല്ല, അതൊരു തരം രോഗമാണ്, അതൊരു തരം മാനസികമായ പൈശാചികമായ രോഗമാണ്. അള്ളാഹു കാക്കട്ടെ. എന്നാൽ മജ്ലിസിലുള്ളവർ അങ്ങനെയല്ല, കിടാക്ക് അങ്ങനെയല്ല. എന്നാൽ അവർക്ക് പിന്നെ കിടാവ് എപ്പോഴും കിടാവന്നല്ലേ. അസ്വബിയു സബിയ വലൗകാന നബിയ. കിടാവ് എപ്പോഴും കിടാവന്നെ, അത് വിരിച്ചെടുത്ത് കിടക്കല. അതിന് വയലിന്റെ മജ്ലിസായം കണക്ക്, ഔലിയാന്റെ മജ്ലിസായം കണക്ക്, ഏണിന്റെ അടിയായം കണക്ക്, പള്ളിന്റെ മേറാബായും കിടാനെ കണക്ക്. അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞു കിടാനെ, ചെറിയ കിടാനെ പള്ളി കൊണ്ടരണ്ട, ചെറിയ കിടാനെ പള്ളി കൊണ്ടരണ്ട. എന്റെ പള്ളിന്റെ കൊവള വാറല്ല, പള്ളിന്റെ മിനാരം പൊളിയാല. പക്ഷെ നിസ്കരിക്കുന്നവർക്ക് ഡിസ്റ്റർബ് ആവും, വിശ്വാസമാവും. കിടാന് പള്ളിന്റെ ഗൗരവം അറിയില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ചില നല്ല ഈമാൻദാരികളായ ബാപ്പന്മാർ. ഓൻ വലിയ ഓന്റെ 4 കിടാക്കളെ. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഈ ചങ്ങായി ഗൾഫിൽ നിന്ന് വന്നെങ്കിൽ, ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു റൗണ്ടിന്റെ ഒരു വള്ളി കൊണ്ടിരുന്നത്, നല്ലൊരു ഖത്തറിന്റെ അമീറിന്റെ ഒരു കോട്ടം കൊണ്ടിരുന്നത് ചെറുത്, എന്നൊരു കിടാവിന് ഇട്ടിട്ട് കൈ മുടിച്ചിട്ട് വേണ്ട കൊണ്ടു നിർത്തട മിഹ്റാബിന്റെ നേരത്തായ ഇത്ര കൊള്ള കിടാവും. ഫുട്ബോളിൽ അത്ര വണ്ണം കൂടിയില്ല, എന്നിട്ട് ഓനിപ്പുറത്ത്. സംഗതി എന്തത്, എന്റെ കിടാവും എന്നെ പോലെ നിസ്കരിക്കുന്നത് നാട്ടുകാരെ കാട്ടണം. അതിന് കൊണ്ടു പള്ളിക്ക് എന്നിട്ട് എന്തായി, എല്ലാരും നിസ്കാരം പെടക്ക. ഈ കിടാ അങ്ങ് തിരിയുന്ന, കിടാ ഇങ്ങ് തിരിയുന്ന. അതിന്റെ ഇടയ്ക്ക് കിടാവും മൊബൈൽ, വാപ്പാന്റെ മൊബൈലിൽ ഒരു പാട്ടും വെച്ച് ഹൽദി റുജു പ്യാർ കരേഗ. കിടാനറിയത് പള്ളിൻ്റെ ഉള്ളിൽ. ഏതുവരെ അറിഞ്ഞ എനിക്ക് മുഞ്ഞാന്ന് എന്നോടല്ലേ ഒരാൾക്ക് വേല ചെല്ലെന്നറിഞ്ഞ ഉസ്താദ് നിങ്ങൾ കിടാക്ക. വലിയ പള്ളി ആയതുകൊണ്ട് ചെല്ലല്ല ഹേളൻ്റെ മൊത്തം അവിടെ അങ്ങനെ. അപ്പോൾ അയാൾ ചെല്ലി ഉസ്താദെ കാര്യമായിട്ട് കിടാക്ക നല്ലോണം ചെറിയ കിടാക്ക, തമ്മീസാവാത്ത കിടാക്ക, തക്ലീഫാവാത്ത കിടാക്കല്ല, ചെറിയ കിടാക്ക. അവർക്ക് ഏത് പള്ളി, ഏത് പറമ്പ്, ഏത് മിഹ്റാബ്, ഏത് മെമ്പർ അതൊന്നും അറിയാല. അവൻ ആ കിടാക്കെല്ലാം വരുന്നു ഉസ്താദ് പള്ളിൻ്റെ ഉള്ളിലേക്ക് ബാപ്പമാർ കൊണ്ടിരുന്നത്. അവർക്കത് അറിയാല. അവനിങ്ങ ഒന്നൊന്ന് ചെല്ലിട്ട് കൊടുക്കണം, ഒന്ന് അങ്ങനെ ചെറിയ കിടാക്ക വേണ്ട. അപ്പം ഞാൻ കിട്ടി എൻ്റെ പൈന അത്ര വലിയ കാര്യമായിട്ട് ചെല്ലണമെന്ന് എന്തേന്ന്. അപ്പം എല്ലാവർക്കും അറിയും തന്നെ ഇവിടെ ചെല്ലിയിട്ടുണ്ടാവും. അതിന് ഞാനൊരിക്കപ്പോൾ ചെല്ലണമെന്ന് എന്തേന്ന് കേട്ട്. അപ്പം എന്നോട് അയാൾ ചെല്ലുന്നറിയാം, ഉസ്താദെ ചെല്ലിയില്ലെങ്കിൽ ഇനി ഉള്ള മര്യാദയും പോകും. എന്ത് വിഷയം? എന്തുമില്ല, ഇന്നലല്ലേ മുഞ്ഞാന്നൊരു കിടാ ഒരു പാപ്പ നോളുന്നു സാർ. എന്നിട്ട് ഈശാ നിസ്കരിച്ചിട്ടുണ്ട് 36 ആളുടെ ബാക്ക് നല്ല ഇഷ്ടംപോലെ ആളുമുണ്ട്. ഇയാൾ ദൂരിലേരുന്നിനി 3ാമത്തെ സഫിൽ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചെറിയ കിടാവുണ്ട് അയാളെ. ഇത്രക്കുള്ള ആ പുത്തുകുഞ്ഞി അത് നല്ല സ്റ്റൈലായിട്ട് വന്നിനി, മുടിക്ക് തൊപ്പിയെല്ലാം വെച്ചിട്ട് വന്നിനി. എന്നിട്ട് എന്തായി എന്നാ ഉസ്താദെ 3ാമത്തെ റക്അത്ത് എണിച്ചിട്ട് നിന്നിട്ടാവില്ല ഉസ്താദ്. എല്ലാവരും ഇമാമിങ്ങളും മാമൂമിങ്ങളും ഈ ബാപ്പയും കുത്ത നിന്നിട്ട് അവ കിടാവുന്ന നിന്നിട്ട് എന്താക്കിയേ, എന്നിട്ട് എന്തോ ആക്കിയില്ല ഉസ്താദ്. ബാപ്പൻ്റെ പാൻറ്റ് ചിപ്പ ഊരിയിട്ട് ഒരേ ഊരാണ്. അല്ല കാത്ത അയാളുള്ളിൽ ചെടിയിട്ടത് കൊണ്ട് പടച്ചറപ്പ് മര്യാദ കാത്ത്. പണ്ണിയല്ല കിടാക്കളെ കൊണ്ടുവരണ ചിലത് ഇങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടുണ്ട്. കിടാനറിയൽ ഇത് പള്ളിയാണ്, ഇത് നിസ്കാരാണ്, നിങ്ങളൊന്നും ചെയ്യരുത്, പാടില്ല എന്ന്. അതുകൊണ്ടല്ലേ കിടാക്ക ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങളെ മേക്കെല്ലാം കയറിയിരിക്കുന്നത്. അതിന് നീ എടുത്തെറിയാൻ നിൽക്കണ്ട, അത് പ്രശ്നമില്ല. എന്നാലും 10 ആൾ കൂടുന്ന അവിടുത്തെ അവരെ ഡിസ്റ്റർബ് ആക്കുന്നവരവസ്ഥയിലേക്ക്, മറ്റുള്ളവർ അവരെ ആക്ഷേപിക്കപ്പെടുന്നവരവസ്ഥയിലേക്ക്, കുറ്റപ്പെടുത്തുന്നവരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാൻ പാടില്ല. ജാഗ്രത വേണം. 4 കൂട്ടരെ പള്ളിയിലേക്ക് അടുപ്പിക്കരുതെന്ന് ഖാല റസൂലുള്ളാഹ്. അത് പള്ളിന്റെ ആദരവ് കുറക്കും. പള്ളിയുമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവും. 4 കൂട്ടർ പള്ളിന്റെ ഭാഗത്തേക്ക് വേണ്ട. ഒന്ന് ചെറിയ കുഞ്ഞ്, പിന്നൊന്ന് ഭ്രാന്തന്മാർ, പിന്നൊന്ന് വലിയ ശുദ്ധികാര്, പിന്നൊന്ന് പെണ്ണുങ്ങളെന്തേ പെണ്ണുങ്ങൾ നല്ലവരാണ്. അദ്ദുന്യാ
കുല്ലുഹാ മതാഖ് വഖൈറു മതാഇഹാ അൽമർഅതു സാലിഹാ. പെണ്ണുങ്ങൾ നല്ലവരാണ്. ഈ ഭൂമി മണ്ണ് കണ്ടതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യമായ ചരക്ക് വസ്തു അത് പെണ്ണാണ്. മണ്ണല്ല, പൊന്നല്ല, ഏറ്റവും അമൂല്യ വസ്തു പെണ്ണാണ്. സ്വാലിഹത്തായ പെണ്ണ്, നല്ല പെണ്ണ്, മതബോധമുള്ള പെണ്ണ്, സച്ചരിതയായ സദ്വൃതയായ പെണ്ണ്, അവളാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവള്. പക്ഷെ അവളെങ്ങാനും പള്ളിയിലേക്ക് വരാൻ തുടങ്ങിയാൽ എന്താവും? എന്തോ വേല. ഞാൻ ലുഹുറിന് വന്നോ പിന്നെ മാരിഭാവത്തോളം ഞാൻ പറക്കുവേല. അവക്കെന്തോ വേല, അവളെ കൊണ്ട് ഞാൻ പിടക്കാം. ഞാൻ 12:45 എപ്പോഴും വരുന്ന മനുഷ്യൻ വരാൻ തുടങ്ങിയെങ്കിൽ 10:15 തന്നെ വരാൻ തുടങ്ങും ലോറിസ്കരിക്കുവാൻ. അവിടെ ഒരു ഫിത്ന ഫസാദ് ഉണ്ടാവും. അതുകൊണ്ടാണ് മാലിക് ദീനാറും തങ്ങളും കൂട്ടറും 1400 ആണ്ട് പിന്നെ ഈ മലയാളക്കരയിൽ വന്നിട്ട് വരുമ്പോ അവർക്ക് ഭാര്യമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, പെണ്ണുമക്കളുണ്ട്, വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട്. എന്നിട്ട് പോലും ഇത്തരെല്ലാം പള്ളി കെട്ടിയ ആ മഹാന്മാർ കാസർഗോഡ് തളങ്കരയിലും ഈ പരിസരത്തെല്ലാം പള്ളിയിലേക്ക് പോയി നിസ്കരിച്ച ആ ആണുങ്ങളായ സഹാബത്ത് ഒറ്റ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ചരിത്രമില്ലാലോ. എന്താ തെളിയിക്കാൻ കഴിയോ? അത് നബി തങ്ങളെ കാലത്തും ഇല്ല. പോയ സമയത്ത് അവിടെ പെട്ടു, അപ്പൊ നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളും അങ്ങനല്ലേ, ഹജ്ജിന് പോയാൽ നമ്മൾ നിസ്കരിക്കണ്ടേ? അല്ലാ പള്ളി മൂലക്ക് വന്നെങ്കിലാവും. ആടെ പെട്ടാപ്പിനെ നിസ്കരിക്കണം. അല്ലാതെ ആണുങ്ങൾ കയറുമ്പോലെ പരപുരുഷന്മാർ വ്യാപകമായി സംബന്ധിക്കുന്ന പള്ളിയില് പെണ്ണുങ്ങൾ സംബന്ധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ ഫിത്ന ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. അവളെ കൊണ്ടല്ല, നിന്നെ കൊണ്ട്. അവളെ ആക്ഷേപിക്കണ്ട, അവളെ ചെറുതാക്കണ്ട, അവളെ നീ കുറ്റപ്പെടുത്തണ്ട. നിന്റെയും എന്റെയും ഈമാൻ അതുപോലെ ഉണ്ടെങ്കിൽ അവിടെ ഫിത്നക്ക് സാധ്യതയേറെ. അതുകൊണ്ട് അവൾ വരാതിരിക്കൽ തന്നെയാണ് നല്ലത് എന്ന് പടച്ചിറബ് അവളെ ബഹുമാനിച്ചാദരിച്ചു പറഞ്ഞു. നബി തങ്ങളെ കാലത്ത് തന്നെ ഒരു പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹ് കേട്ട്, പൊന്നാര നബിയെ, ഞാൻ പള്ളിക്ക് വരട്ടാ. ആര് കേട്ട? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം തുർമുദി അബൂ ദാവൂദ് റിപ്പോർട്ട് ഹദീസാണ്. ബീബി ഉമ്മു ഉമൈദിൻ സഈദ് റളിയല്ലാഹു അൻഹാ സഹിയായ ഹദീസാണ്. പെണ്ണുങ്ങളെ പള്ളി കൊണ്ടോണോ എന്ന് പറയുന്നവരൊക്കെ ഇത് കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. ആ പെണ്ണ് വന്നിട്ട് ഉമ്മു ഉമൈദിൻ സഈദി എന്ന പെണ്ണ്, ബാല്യക്കാരത്തി പെണ്ണ്, വനിതയായ പെണ്ണ് ഹബീബായ നബി തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, ഞാൻ പള്ളിയിലേക്ക് വരട്ടെ. ഏതു പള്ളി? ബന്ദിയോട് പള്ളിയല്ല, ഉപ്പളകുന്നിലെ പള്ളിയല്ല, താജ്മഹൽ പള്ളിയല്ല, റെഡ് ഫോർട്ടിലെ പള്ളിയല്ല, പിന്നെയോ പരിശുദ്ധമായ മക്കത്തെ പള്ളി, അതല്ലെങ്കിൽ മദീനത്തെ പള്ളി. ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ കൂലിയുള്ള പള്ളി അല്ലേ മക്കത്തെ പള്ളി, മദീനത്തെ പള്ളിയിലേക്ക് എന്ത്? അവിടെ 1 റക്അത്ത് നിസ്കരിക്കുന്നത് ഇവിടെ 1,00,000 നിസ്കരിക്കുന്നത് പോലെയാണ്. അത്രയും ശ്രേഷ്ഠമായ പള്ളി. ഇമാമാര് ഹബീബുൽ വറ റസൂലുള്ളാഹ്, ഇമാമ ഹബീബുൽ വറ റസൂലുള്ളാഹ്. മാമൂമാര് ഞങ്ങളെ പോലെയുള്ള ചപ്പടാസല്ല, ഞങ്ങളെ പോലെയുള്ളവരല്ല. മാമൂമായിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, തൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വലിയവരിൽ വലിയവർ, നല്ലവരിൽ നല്ലവർ, ലോകം കണ്ട മഹോന്നതർ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരാണവർ. അവരാണ് മഅ്മൂമീങ്ങള്. ഹബീബായ നബി തങ്ങളാണ് ഇമാമ. 1,00,000 റക്അത്തിന്റെ കൂലി നൽകപ്പെടുന്ന പള്ളി. ആ പള്ളിയിലേക്ക് നബിയെ നിങ്ങളോടൊപ്പം നിസ്കരിക്കാൻ ഞാനും വരട്ടെ.
ബീബി ഉമ്മു ഉമൈദിൻ സഈദ് റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, വേണ്ട മോളെ, നീ നിന്റെ പൊരയിൽ നിസ്കരിച്ചോ. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന വഖഅറു ബുയൂതിഹിന്ന ഖൈറുൽ ലഹുന്ന. വീടിന്റെ ഉള്ളിലെ റൂമാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറ്. ഇവിടെ വേണ്ട, ആണുങ്ങൾക്ക് ഇവിടെ തന്നെ വേണോ? ചില ആണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കല്ല, വരലി ജമാഅത്തിനടിച്ചാലോ, ഞാൻ പള്ളി നിസ്കരിച്ചു ഉസ്താദ്, പിന്നെ പള്ളിയിൽ മയ്യത്തൊക്കാനാ? ഇത്ര നല്ല ചമ്പ പോലത്തെ പള്ളി പിന്നെ മയ്യത്ത് വെക്കാൻ പള്ളി തന്നെ വേണമെന്നില്ല, മയ്യത്ത് എവിടെയും വെക്കാം. മുസ്ലിമീങ്ങളെ മൂടുന്ന ജാഗലോണ്ട് ഇത് മൂടണമെന്ന് പറഞ്ഞത്, അല്ലാണ്ട് പള്ളി പരിസരത്ത് മൂടണേലിച്ച് ആ മുസ്ലിമീങ്ങളെ മൂടുന്ന ജാഗ പള്ളിന്റെ സൈഡിലേക്ക് മാറ്റിയെന്ന് മാത്രം. അത് നീയല്ലേ ചൊല്ലിയപ്പോഴും എന്തൊന്ന്, ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ മരിച്ചങ്ങും അല്ലാഹ്ക്കും. അപ്പൊ അങ്ങോട്ട് തന്നെ വെച്ചേന്, കാരണം അള്ളാഹിൻ്റെതായിട്ടുള്ള ഇത് പള്ളി തന്നെ. ചില മനുഷ്യന്മാർ പള്ളിന്റെ ബാധിക്കില്ല. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരത്ത് നിസ്കരിക്കുന്നവർക്ക്, പള്ളിയുടെ പരിസരവാസികൾക്ക് പള്ളിക്കകത്തല്ലാതെ പള്ളിയിലല്ലാതെ നിസ്കാരം പൂർണ്ണമല്ല. നബിയോട് കേട്ടപ്പോ റസൂലുള്ളാന്റെ പച്ചക്കുള്ള മറുപടി, ആയി മോളെ, നീ ഏതായാലും കേട്ടല്ല, ഇന്നോളം ഒരു പെണ്ണുങ്ങളും കേട്ടിട്ടേ ഇങ്ങനെ, നീ ഏതായാലും കേട്ടല്ലോ ഉമ്മ, വാ ഇല്ലേ കേർ അടബാക്ക് നിന്നോ എന്ന് പറഞ്ഞ റസൂലുള്ള. പറഞ്ഞോ ഇല്ല, ആട്ടമോളെ സാരില്ല, നീ ഏതായാലും കേട്ടല്ലേ, നീ ബരണ്ട, പക്ഷെ നീ ഏതായാലും കേട്ട സ്ഥിതിക്ക് ഇപ്പൊ നിസ്കരിച്ചിട്ട് പോയി, ഇനി മേലാൽ ബരണ്ട എന്ന് പറഞ്ഞ, അങ്ങനെ പറഞ്ഞ ഒരു എക്സ്ക്യൂസ് പോലും കൊടുത്തില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട മോളെ, നീ നിന്റെ പെറിന്റെ ഉള്ളിൽ നിസ്കരിച്ചോ, അതാണ് നിനക്ക് ഖൈറ്. ഞങ്ങൾ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുന്ന കൂലി നിനക്ക് അല്ലാഹു നിന്റെ വീട്ടിൽ തന്നെ നൽകുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. എന്നിട്ട് ചില മനുഷ്യന്മാർ ഉമറുല്ലാഹു മരിച്ചപ്പോ അവിടെ ഭാര്യ ആത്തിക്കുണ്ടായിന് പള്ളിയിൽ, മറ്റാള് ജനിച്ചപ്പോ അവിടെ ഇന്നാള് ആ പള്ളിയിൽ ഉണ്ടായിന്, പെണ്ണുങ്ങ ഉണ്ടായിന്. അത് പോയപ്പാടെ പെട്ടുപോയതെന്ന്, അല്ലാണ്ട് ആണുങ്ങ പോയിട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞ പോലെ നിസ്കരിക്കാൻ എന്നായിട്ട് പോയതൊന്നും അല്ല. അങ്ങനെ പോണെങ്കിൽ പിന്നെ ഈ പെണ്ണ് വന്നിട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടാ? നബിയേ, ഞാനും പള്ളിയിലേക്ക് വരട്ടാ എന്ന് കേൾക്കണ ബന്ധങ്ങായില്ലേ? സാധാരണ ആണുങ്ങ പോന്ന പോലെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നതുപോലെ, ഉമർ ഖത്താബ് തങ്ങൾ വന്നതുപോലെ, മറ്റു മഹാന്മാരായ സഹാബി പുരുഷന്മാർ വന്നതുപോലെ വ്യാപകമായിട്ട് പെണ്ണുങ്ങ വരുന്ന ഏർപ്പാട്, ആ ഒരു സമ്പ്രദായം അന്നുണ്ടായിനെങ്കിൽ ഈ ഉമ്മ വന്നിട്ട് കേൾക്കണമെന്നുണ്ടാ? സ്പെഷ്യലായിട്ട് കേൾക്കണ? നാട്ടുകാരെല്ലാരും മംഗളത്തിന് വിളിച്ചിനി, എന്നെയും വിളിച്ചിനി. അപ്പൊ പിന്നെ എല്ലാവർക്കും പോകുന്ന പണിയല്ലേ. പിന്നെ ഞാനൊരിക്കൽ ഫോൺ ആക്കിയിട്ട് പുതിയ പള്ളിയിൽ, അളിയാ ഞാൻ വരട്ടെ മംഗളത്തിന്, കേൾക്കണം. അതിന്റെ ആവശ്യം എന്ത്? പിന്നെ ഈ പെണ്ണ് കേൾക്കേണ്ട ആവശ്യം എന്ത്? കേട്ടെന്തറിഞ്ഞ അന്ന് ആണുങ്ങ പോകുന്ന പോലെ പെണ്ണുങ്ങ പള്ളിക്ക് പോകുന്ന ഏർപ്പാടില്ല. ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കാൻ ചില പുത്തൻവാദികള്, ഉള്ളത് ഇല്ലാണ്ടാക്കാനും ചില പുത്തൻവാദികൾ. ഇപ്പൊ നാളെ ബറാത്ത് വരുന്നു, നോക്കി വേണമെങ്കിൽ കുറെ വാട്സപ്പ് മെസ്സേജ് എല്ലാം വരും. ഈ നോമ്പില്ല, ആ നോമ്പില്ല, ഈ ഓത്തില്ല, ഓത്തില്ല, യാസീനില്ല, ബക്കറില്ല. ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടാവും ഓരോരു വീഡിയോ. മുഞ്ഞാത് മീറാജ് കഴിഞ്ഞ് കൊല്ലത്തിൽ കുറച്ച് ദിവസം വരുമ്പില്ല, നല്ല നാള് വരുമ്പോ ചില മനുഷ്യന്മാർക്ക് ഭയങ്കര മൂത്രക്കല്ലുകൾ. മീറാജ് കഴിഞ്ഞ് മുഞ്ഞാന്ന് 27 ഇടില്ല മീറാജ്. നിങ്ങൾ തലാട്ടാത്തത് കാണുമ്പോ എനക്ക് തോന്നുന്നു അന്ന് സീറിനെ കിട്ടിയിട്ടില്ലേന്ന്. അന്നും അങ്ങനെ കുറെ ക്ലിപ്പും വീഡിയോ ഇട്ടിട്ട് ചില കുബുദ്ധികള്, നന്മ മുടക്കികൾ. തെളിവില്ല, ഇതിന് പ്രമാണമില്ല, ഇത് അനാചാരം, ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ട, ഇത് ചെല്ലങ്ങട മൈക്ക് കെട്ടിട്ട് മൈക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചിന. മൈക്കണ്ട റസൂലിന്റെ കാലത്ത് എന്റെ മാറ്റി വെക്കാൻ അപ്പുറം ഇതിന് തെളിവില്ല. ഇതിന് തെളിവുണ്ട, ഈ സ്റ്റാൻഡിന് തെളിവുണ്ട, നീ ഇത് വെച്ചിട്ടല്ല ചെല്ല്. ആര് പറഞ്ഞു തെളിവില്ലാന്ന്? മഹാന്മാരായ ഇമാമിങ്ങളെല്ലാം അവരുടെ എല്ലാ കിതാബുകളിലും
പറഞ്ഞു. 1400 ആണ്ടുകളായി ലോകം കണ്ട മഹാന്മാർ, ലോകത്ത് കഴിഞ്ഞു പോയ മോമിനീങ്ങള്, കോടാനക്കോടി ആണുങ്ങൾ പെണ്ണുങ്ങള് ഇന്നോളം നടത്തിക്കൊണ്ടുവരുന്ന ആചാരമാണ്, പ്രമാണബദ്ധമായ ആചാരങ്ങളാണ്, പൗരാണിക കാലം മുതലേ ഉള്ളതാണ്, മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ്. പിന്നെ ഈ ബറാത്തിന്റെ യാസീന്, ബറാത്തിന്റെ നോമ്പ്. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ചങ്ങായി ഒരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പോലും പറയുന്നു ബറാത്തിന്റെ അന്ന് നോമ്പ് സുന്നത്തില്ല. ഒന്നാമത് ആ ചങ്ങായിക്ക് മലയാളം തന്നെ വായിക്കാൻ അറിഞ്ഞില്ല. രണ്ടാമത് കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വ എന്ത്, ഉത്തരം എന്ത് എന്ന് ആ ചങ്ങായിക്ക് മനസ്സിലായിട്ട. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ തങ്ങളെ മറുപടിയാണ്. നമ്മുടെ ഇമാമിങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മഹാന്മാരുണ്ട്, അവരെല്ലാം മനസ്സിലാക്കി തന്നതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഖുർആന്റെ അർത്ഥം വെക്കാൻ അയ്യോ ഫാത്തിഹ ഓതാൻ അറിയാത്ത നീ അങ്ങനെ ഖുർആന്റെ അർത്ഥം വെക്കുന്ന എന്ത്? ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെക്കുന്ന? ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെക്കുന്നെങ്കിൽ നീ നാളെ ആട്ടിന്റെ കുട്ടിനെയും മങ്ങലാക്കേണ്ടി വരും. അതാണ് ഉസ്താദ് ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അല്ലാഹു തആല അനുവദിച്ചതൊന്ന് വിവാഹം ചെയ്യാൻ, മൃഗങ്ങളെയും നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നു, പെണ്ണുങ്ങളെ അനുവദനീയമാക്കി തന്നു. എന്തിന്? അറുത്തെടുത്ത് തിന്നാനല്ല, കല്യാണം കഴിക്കാൻ. മൃഗങ്ങളെയും അനുവദനീയമാക്കി തന്നു. നീ എന്തർത്ഥം വെക്കും? കല്യാണം കഴിക്കാൻ അർത്ഥം വെക്കോ? എന്നാൽ നാളെ പോത്തിനെയും കെട്ടേണ്ടി വരും, സുബ്രഹ്മണ്യം തോന്നരുത്, ഉള്ളിൽ നല്ല നോട്ടേണ്ടി വരും. അവിടെ അർത്ഥ തിന്നാൻ. അപ്പൊ നീ മഹാന്മാരെ തഫ്സീർ തന്നെ നോക്കണോ? അർത്ഥം ഇമാമിങ്ങൾ തന്നെ പഠിക്കണോ? മഹാന്മാരായ ഉസ്താദുമാർ തന്നെ പഠിക്കണോ? ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെക്കുന്നെങ്കിൽ നീ നാളെ പോത്തിന്റെ കുട്ടീനെയും മാലയിട്ടിട്ട് മങ്ങലാക്കേണ്ടി വരും. അപ്പൊ നീ ബുക്ക് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ കണ്ട. മഹാനായ കണ്ണിയത്തോർ പറഞ്ഞത് അങ്ങനെയല്ല. ബറാത്തിന്റെ രാവ് നാളെ മറ്റേന്ന് ശനിയാഴ്ച 15 ശഅബാൻ 15 അന്നൊരു നോമ്പ് സുന്നത്തുണ്ട്. നല്ല പോലെ കേട്ടോ, വസ്വാസാക്കുന്ന വീഡിയോ കണ്ടവർ കേട്ടോ, തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് പോയിട്ട് പറഞ്ഞു കൊടുത്തോ. അന്നൊരു നോമ്പ് സുന്നത്തുണ്ട്. ആ നോമ്പ് പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. പക്ഷേ ചില ഇമാമിങ്ങൾ പറഞ്ഞു അത് ബറാത്തിന്റെ അന്ന് പകല് എന്ന നിലക്കന്നെ സുന്നത്താണ്. ശഅബാൻ 15 ബറാത്ത് എന്ന നിലക്കന്നെ ആ മിൻ ഹൈതു ബറാത്ത് രാത്രി, അത് ബറാത്തിന്റെ പകല് എന്ന നിലക്കന്നെ സുന്നത്ത് എന്നാണ് ചില ഇമാമിങ്ങൾ പറഞ്ഞത്. എന്നാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞു ബറാത്തിന്റെ അന്ന് പകല് എന്ന നിലക്ക് സുന്നത്തില്ല, മറിച്ച് 15 പകല് എന്ന നിലക്ക് സുന്നത്തുണ്ട്. എല്ലാ മാസം 13, 14, 15 നോമ്പ് സുന്നത്തില്ലേ? ഇല്ലേ? ഞങ്ങൾ നോക്കുന്നില്ല എന്നത് വേറെ, സുന്നത്തില്ലേ? ഉണ്ട്. അപ്പൊ ചില ഇമാമിങ്ങൾ പറഞ്ഞു 13, 14, 15 എന്ന കണക്കിൽ സുന്നത്തുണ്ട്. എല്ലാ മാസവും 15 സുന്നത്തുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ശഅബാൻ 15 സുന്നത്തുണ്ട്. ചില ഇമാമിങ്ങൾ പറഞ്ഞു 15 എന്ന് മാത്രമല്ല, ബറാത്തിന്റെ പകല് എന്ന നിലക്ക് തന്നെ സുന്നത്തുണ്ട്. ഏതായാലും എങ്ങനെ പറഞ്ഞവരാണെങ്കിലും പറഞ്ഞിനെന്തെന്ന്? നോമ്പ് നോക്കണം തന്നെ. ഈ ചങ്ങായി കടലാസ് പിടിച്ചിട്ട് വായിച്ച പോലെ നോക്കണ്ടെന്ന് ആരും ചൊല്ലിട്ട. 15 ഭാഗം ചിന്തിച്ചു നോക്കുകയാണെങ്കിലും ബറാത്തിന്റെ ആവത് മനസ്സിലാക്കിയിട്ടാണെങ്കിലും നോമ്പ് നോക്കണം തന്നെയാണ് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്. ഇവനെന്ത് നോമ്പ്? ഇനിയിപ്പോ റമളാൻ വരട്ടെ, റജബിലും മിഅ്റാജ് പോയി, ശഅബാനില് ബറാത്ത് പോയി, ഇനി റമളാൻ വരുമ്പോ തറാവിയും പോയി. തറാവിയും പോയി. ഇപ്പൊ നോക്കി തറാവി 8 അങ്ങനെ ഇങ്ങനെ തന്നെ പറഞ്ഞ് അതിന് വിശ്വാസാക്കാൻ. എല്ലാ മനുഷ്യന്മാരെ അമല് ബെടക്കാക്കാനോ ഇല്ലാണ്ടാക്കാനല്ലാതെ ചില മനുഷ്യന്മാർ കാര്യം പഠിക്കുന്നില്ല. പഠിക്കാൻ തീരെ ആഗ്രഹമില്ല. പഠിക്കാനാണെങ്കിൽ പിന്നെ കണ്ടന മണ്ഡലം വേണ്ടാലോ, അലിമീങ്ങളോട് ചോദിച്ചു പഠിക്കാലോ, അന്വേഷിച്ചു പഠിക്കാലോ, സംശയം തീർത്ത് പഠിക്കാലോ, കിതാബ് കൊണ്ടുപോയിട്ട് മഹാന്മാരോട് ചോദിക്കാലോ. നല്ല പണ്ഡിതരല്ലേ, നല്ല കിതാബിയായ മഹാനല്ലേ ഞങ്ങൾ വന്യരായ ഖലീലുർ റഹ്മാൻ ദാരിമി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇർഫാനി ഫൈസി ഉസ്താദ്. എന്തേ ഇവരുടെ മുമ്പിലേക്ക് നിങ്ങൾ സംശയം തീർക്കാൻ വരുന്നില്ല? അപ്പൊ നിങ്ങളെ ഉദ്ദേശം സംശയം തീർക്കലല്ല, പഠിക്കലല്ല, ദീനറിയലല്ല, നാട്ടില് കുഴപ്പമുണ്ടാക്കലാണ്, മുഅ്മിനീങ്ങൾക്കിടയിൽ ജിന്ന ഭിന്നമുണ്ടാക്കലാണ്, വിഭാഗീയത പരത്തലാണ്. അത് വേണ്ട. സമുദായത്തെ ഭിന്നിപ്പിക്കണ്ട, 2 തട്ടിലാക്കണ്ട, നന്മ മുടക്കണ്ട.
താരിഖുൽ ജമാഅത്തി കാന മീതതുഹു മീതതൻ ഖബീസ. സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവന്റെ മരണം കാഫറായിട്ട് ചാവലാണ്, മോശപ്പെട്ട മരണമാണ്. ഖാല റസൂലുള്ളാഹ്